ഹായ് ഓൾ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് PYQ അനാലിസിസ് ആണ്. സൈക്കോളജിയുടെ ഭാഗത്ത് നിന്നുള്ള കാറ്റഗറി 1, അതുപോലെ തന്നെ 2, അതുപോലെ 4. അപ്പം 3 കാറ്റഗറിക്കും കൂടി വരുന്ന സൈക്കോളജിയുടെ ഭാഗത്ത് നിന്നുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഇതുവരെ നടന്നിട്ടുള്ള എക്സാമിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ടും, അതുപോലെ തന്നെ അതിൻ്റെ ബേസ് ആയിട്ട് വരുന്ന ആ ഒരു കണ്ടന്റിന്റെ ബേസ് ആയിട്ട് വരുന്ന അനലൈസും ആണ് നമ്മളിന്ന് പ്രധാനമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് തവണ കേട്ടിട്ട് എക്സാം എഴുതി ഇതുവരെ കിട്ടാത്ത ആൾക്കാരും ഉണ്ടാവും, അതുപോലെ തന്നെ കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സെക്ഷനാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഏത് കാറ്റഗറി, ഏത് വർഷത്തെ ഏത് എക്സാം എടുത്താലും ഈ ഒരു ചോദ്യം കടന്നു പോവാത്ത, അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റിന്റെ ബേസ് ആയിട്ട് വരാത്ത ചോദ്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പതിവായിട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം എക്സാം നടന്നിടത്തോളം വെച്ചിട്ട് എല്ലാ പ്രാവശ്യം ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ടേംസ് ആഡ് ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ കാണുന്ന ടേം ആവില്ല പിന്നത്തെ എക്സാമിന് ചോദിക്കുക. ഒരു ടേമിന് തന്നെ പല രീതിയിലുള്ള ടേംസ് ചോദിക്കാറുണ്ട്. അത്ര മാത്രമാണ് സൈക്കോളജിനെ സംബന്ധിച്ച് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ടേം കാണുമ്പോൾ മൊത്തത്തിൽ എന്താവും, കൺഫ്യൂസിങ് ആയി പോകും. ഇത് ഞാൻ പഠിച്ചത്, അതായത് ഓരോരുത്തരും എന്ത് ചെയ്തിട്ടുണ്ടാവും, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ആൾക്കാരായിരിക്കും. ആ ഒരു ടേം കാണുമ്പോൾ ഇത് എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സെക്ഷൻ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. വൈകാരിക ബുദ്ധി, അതിന്റെ ഘടകമല്ലാത്തത് ഏത്? വൈകാരിക ബുദ്ധിയുടെ ഘടകമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ശാരീരിക വീര്യം, അതുപോലെ തന്നെ സഹാനുഭൂതി, ആത്മനിയന്ത്രണം, അതുപോലെ ആത്മാവബോധം. അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എക്സാമിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ വൈകാരിക ബുദ്ധിയുടെ ഘടകമല്ലാത്തത് ഏതെന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ആയിട്ടുള്ള ശാരീരിക വീര്യമാണ് വൈകാരിക ബുദ്ധിയുടെ ഘടകമല്ലാത്തത് എന്ന് പറയുന്നത്. അപ്പോൾ വൈകാരിക ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഇമോഷണൽ ഇന്റലിജൻസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ വൈകാരിക ബുദ്ധി. അപ്പോൾ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ടേംസും ചോദിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ വൈകാരിക ബുദ്ധി എന്നായിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്നായിരിക്കും നമുക്ക് ചോദ്യം വരാം. അപ്പോൾ വൈകാരിക അവസ്ഥകളെ ബുദ്ധിപരമായിട്ട് നിയന്ത്രിക്കുന്നതിനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്, വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, വൈകാരിക അവസ്ഥകളെ ബുദ്ധിപരമായിട്ട്, വൈകാരികമായിട്ടുള്ള ബുദ്ധി, വൈകാരിക അവസ്ഥകളെ ബുദ്ധിപരമായിട്ട് നിയന്ത്രിക്കുന്നതിനുള്ള കഴിവാണ് എന്ത്, വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച 2 ആൾക്കാരാണ് പീറ്റർ സലോവ, ജോൺ മെയ്യർ. ഇവരാണ് ആദ്യമായിട്ട് ഈ ഒരു വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1990 ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡാനിയൽ ഗോൾമാൻ എന്ത് ചെയ്തു, ഈ ഒരു ആശയത്തിന് കുറച്ചും കൂടി ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു അടിത്തറ നൽകുക. അതായത് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലോട്ട്, കൃത്യമായിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിച്ചിട്ടുള്ളത് ആരാണ്, നമ്മുടെ ഡാനിയൽ ഗോൾമാൻ ആണ്. വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ആശയത്തിന് വിപുലമായിട്ടുള്ള പ്രചാരണവും അതുപോലെ തന്നെ സ്വീകാര്യതയും ലഭിച്ചത് ഡാനിയൽ ഗോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതോടെയാണ്. അപ്പൊ 1990 ഇതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പീറ്റർ സലോവ അതുപോലെ തന്നെ ജോൺ മേയറും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിലും 1995 കൂടിയിട്ടാണ് കുറച്ചും കൂടി എന്തായത്, ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധിക്ക് കുറച്ചും കൂടി പ്രാധാന്യം അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോ ഗോൾമാന്റെ അഭിപ്രായത്തിൽ വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് വ്യക്തിക്ക് തന്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയാനും അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പ്രചോദകമായി ഈ ഒരു തിരിച്ചറിവിനെ ഉപയോഗിക്കാനുമുള്ള ആ ഒരു കഴിവിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിശക്തിയാണ് എന്ത് പറയുന്നത്, വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇമോഷൻസ് ആണെങ്കിലും മറ്റുള്ളവരുടെ ഇമോഷൻസ് ആണെങ്കിലും, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഒരാൾ തല്ലിക്കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന അതേ ഫീലിങ്സ് തന്നെയാണ് ഞാൻ മറ്റൊരാളെ തല്ലിക്കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകും. അപ്പം നമ്മുടെയും മറ്റുള്ളവരുടെയും വികാരങ്ങൾ തിരിച്ചറിയുക, ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് ബിഹേവ് ചെയ്യുക. അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ എന്ത്, നമുക്ക് വൈകാരിക ബുദ്ധി
ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഗോൾമാന്റെ വൈകാരിക ബുദ്ധി അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇത് ചോദ്യം വരാറുണ്ട്. വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നതേത് പെടാത്തതേത് എന്നുള്ള ചോദ്യം വരാറുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ടേംസും അതുപോലെ തന്നെ മലയാളം ടേംസും നമ്മൾ നോക്കി വെക്കണം. സ്വബോധം, സെൽഫ് അവെയർനെസ്, അതുപോലെ തന്നെ ആത്മനിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ, ആത്മചോദനം, സെൽഫ് മോട്ടിവേഷൻ, അനുതാപം, എമ്പതി, അതുപോലെ തന്നെ സാമൂഹിക നൈപുണികൾ. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നമ്മൾ നോക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട 5 പോയിന്റ്സ് ആണ് വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങൾ. അപ്പോൾ വൈകാരിക ബുദ്ധി ആരാണ്, ഇത് കുറച്ചും കൂടി സ്വീകാര്യത കൊണ്ടുവന്നത് ആരാണ്, അല്ലെങ്കിൽ വൈകാരിക ബുദ്ധിയുടെ വക്താക്കളിൽ പെടാത്തത് ആര് എന്നുള്ള രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നതേത് പെടാത്തതേത്, അതുപോലെ തന്നെ ഗോൾമാൻ വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ഒരാശയം ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതുവരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഗോൾമാന്റെ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് സ്വബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം, അനുതാപം, അതുപോലെ തന്നെ സാമൂഹിക നൈപുണികൾ. ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ലോഹങ്ങൾ ചൂടാകുമ്പോൾ വികസിക്കുന്ന കാര്യം പല ലോഹ പരീക്ഷണങ്ങളിലൂടെ ഫിസിക്സ് അധ്യാപിക കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. ഇതിൽ നിന്നും എല്ലാ ലോഹങ്ങളും ചൂടാകുമ്പോൾ വികസിക്കുമെന്ന് പറയുന്ന പൊതുതത്വത്തിലോട്ട് കുട്ടികൾ എത്തിച്ചേർന്നു. അപ്പോ ഇത് ഏതുമായി ബന്ധപ്പെട്ടുള്ള, ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? അപ്പൊ നമുക്കൊരു കോൺസെപ്റ്റ് തന്നേക്കാണ്. എന്ത്? അപ്പോൾ കുറച്ച് പ്രക്രിയകൾ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു പൊതുവായിട്ടുള്ള തത്വത്തിലോട്ട് എത്തിച്ചേർന്നു. അപ്പൊ ഇത് ഏതിന് ഉദാഹരണമാണ്? മനപ്പാടമാക്കൽ പഠിക്കലാണോ, ആഗമന യുക്തിചിന്തയാണോ, നിഗമന യുക്തിചിന്തയാണോ, അല്ലെങ്കിൽ അമൂർത്ത യുക്തിചിന്തയാണോ? അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആഗമന യുക്തിചിന്തയാണ്. ആഗമന യുക്തിചിന്തയാണ്. ഇപ്പൊ ആഗമന യുക്തിചിന്ത എന്ന് പറയുന്നത്, അപ്പോ നമ്മളൊരു കോൺസെപ്റ്റിലോട്ട് എത്തിച്ചേരാം. ഒരുപാട് ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലോട്ട് എത്തിച്ചേരുന്ന ആ ഒരു ഇതിനെയാണ് ആഗമന രീതി അല്ലെങ്കിൽ ആഗമന യുക്തിചിന്ത എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നിഗമന യുക്തിചിന്തയാണെങ്കിലോ നമ്മളൊരു കോൺസെപ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പൊതു തത്വത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പൊതു തത്വത്തിൽ നിന്ന് വരുന്നത് ഉദാഹരണത്തിലോട്ട് വരിക. ഇപ്പോ നമ്മളിപ്പോ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അധ്യാപിക ചെയ്യുന്നത് എന്താണ്? ആദ്യം കുറെ ലോഹങ്ങൾ എന്താക്കി ചൂടാക്കി അത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടാക്കിയിട്ട് കാണിച്ചിട്ട് ലാസ്റ്റ് ഒരു പൊതുവായിട്ടുള്ള തത്വത്തിലോട്ട് എത്തി. എന്നിട്ട് ഈ ഒരു ഇങ്ങനെ വരുന്നതാണ് ആഗമനം. ഇപ്പൊ നിഗമനാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അധ്യാപിക ആദ്യം തന്നെ പറയുന്നുണ്ട് ലോഹങ്ങൾ ചൂടാക്കി കഴിഞ്ഞാൽ വികസിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആദ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആദ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഉരുക്കി കാണിക്കുന്നു. ഓരോ ലോഹങ്ങൾ ഉരുക്കി കാണിക്കുന്നു. അതായത് പൊതു തത്വത്തിൽ നിന്ന് ഉദാഹരണത്തിലോട്ടാണ് വരുന്നത് എങ്കിൽ അവിടെ എന്താണ് വരിക? അവിടെ നിഗമന യുക്തിചിന്തയാണ്. അപ്പൊ ആഗമന യുക്തിചിന്ത, നിഗമന യുക്തിചിന്ത. അപ്പൊ ഏതാന്ന് മനസ്സിലായുള്ളൂ. ഇത് നമുക്ക് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഈ ആഗമന രീതി, നിഗമന രീതി എന്ന് പറയുന്നത് മാക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഉദാഹരണത്തിൽ നിന്ന് പൊതു തത്വത്തിലേക്കാണ് എങ്കിൽ അവിടെ എന്താണ്? ആഗമനാണ്. അതല്ല നിഗമനത്തിൽ, നമ്മുടെ ഒരു പൊതു തത്വത്തിൽ നിന്ന് ഉദാഹരണത്തിലോട്ടാണ് പോകുന്നത് എങ്കിൽ അവിടെ വരുന്നത് നിഗമനാണ്. അത് ആലോചിക്കുക, മനപ്പാഠമാക്കുക, കാണാപ്പാഠം പഠിക്കുക. അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ അമൂർത്ത ചിന്ത. അമൂർത്ത ചിന്ത എന്ന് പറയുമ്പോൾ അമൂർത്തമായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത്. നമുക്കിവിടെ സൈക്കോളജിയുടെ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാംസിന്. അപ്പൊ അത് മാത്രമല്ല, എന്തുവാണ് മാത്സിന്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് കാറ്റഗറി 1, 2 കാര്യത്തിൽ കേട്ടോ. അതിന് അടുത്തതായിട്ട് ഹവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൽ പെടാത്തതേത്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൽ പെടാത്തത് എന്നാണ്. അപ്പോ യുക്തിഗണിതപര ബുദ്ധി, അതുപോലെ തന്നെ പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി, വൈകാരിക ബുദ്ധി. ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് വൈകാരിക ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് എന്ത് വരാ, നമ്മുടെ ബഹുമുഖ ബുദ്ധിയിൽ വരാത്തത്. അപ്പൊ വൈകാരിക ബുദ്ധി നമ്മൾ പറഞ്ഞു എന്ത്, വികാരങ്ങളെ സംബന്ധിച്ച ഏത് സമയത്ത് എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് യുക്തിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് ബിഹേവ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിനെ ബുദ്ധിപരമായിട്ട് പെരുമാറുന്നതാണ് എന്ത്, വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോ അതെന്തിൽ പെടില്ല, നമ്മുടെ ബഹുമുഖ ബുദ്ധിയിൽ ഇൻക്ലൂഡഡ് അല്ല. നമുക്കത് വായിച്ചാൽ തന്നെ എന്താവും മനസ്സിലാക്കാം. അപ്പോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോ നമ്മുടെ ഇനി ബഹുമുഖ ബുദ്ധിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അതുപോലെ തന്നെ ഹവാർഡ് ഗാർഡനറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ
രചയിതാവാര്, അത് നമ്മുടെ ഗാർഡനറുടെ പുസ്തകമാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഹവാർഡ് ഗാർഡനറുടെ പുസ്തകമാണ്. അപ്പൊ ഈ ഒരു സെയിം ടോപ്പിക്കിൽ തന്നെ പല രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബുദ്ധി തന്നിട്ട് ഇതേപോലെ തന്നെ ഈ ബഹുമുഖ ബുദ്ധിയിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത് എന്നുള്ള ചോദ്യം വരാറുണ്ട്. പിന്നെ ഓരോ ബുദ്ധിയെ സ്പെസിഫൈ ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പൊ ഭാഷാപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അങ്ങനെ ഭാഷ പ്രയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ അവിടെ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതാക്കാൻ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് എന്താണ് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ എന്തുണ്ട്, കഴിവുണ്ട്, അത് അവതരിപ്പിക്കാനുള്ള കഴിവെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഹവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്ത പ്രകാരം അപ്പോൾ ഏത് തരത്തിലുള്ള ബുദ്ധിയാണ് ആ കുട്ടിക്ക് കൂടുതൽ, അത്തരത്തിലുള്ള ഓരോ ബുദ്ധി 9 ബുദ്ധികൾ ഉണ്ടെന്നാണ് നമ്മുടെ ഗാർഡനർ പറയുന്നത്. 9 ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് 9 എണ്ണം ഉണ്ടെന്നല്ല. അപ്പൊ പലർക്കും പല രീതിയിലായിരിക്കും ഈ ഒരു ബുദ്ധിയുടെ അളവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഭാഷാപരമായിട്ടുള്ള ബുദ്ധി എനിക്ക് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കൂടെയുള്ള എന്റെ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഷാപരമായിട്ടുള്ള ബുദ്ധി ചിലപ്പോൾ അത്ര കൂടുതൽ എന്നല്ല, ചിലപ്പോൾ അതിനേക്കാളും ഒരു കുറവായിരിക്കും, ചിലപ്പോൾ എന്നേക്കാളും നല്ല കൂടുതലുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ബുദ്ധിയുടെ അളവിൽ എന്തുണ്ടായിരിക്കും, ബഹുമുഖ ബുദ്ധിയിൽ എല്ലാ ബുദ്ധിയും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ഉണ്ടായ തന്നെയും എല്ലാവർക്കും ഒരേ അളവിൽ ആവണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഗാർഡനറുടെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം നമ്മുടെ ഗാർഡനറുടെയാണ്, ഹവാർഡ് ഗാർഡനറുടെയാണ്. അപ്പോൾ ബഹുമുഖ ബുദ്ധിയുടെ ആ ഒരു ആശയം, ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഹവാർഡ് ഗാർഡനറാണ്. അപ്പൊ അത്തരത്തിലുള്ള ഓരോ ബുദ്ധി സ്പെസിഫൈ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ ഹവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ബഹുമുഖ ബുദ്ധി, അതുപോലെ തന്നെ ഗാർഡനറെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗം എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ബുദ്ധി എന്ന് പറയുമ്പോൾ ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. ആ ഒരു സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും വരാറുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, ബഹുമുഖ ബുദ്ധി എന്നുള്ളത് ഓർത്തു വെക്കുക. മനുഷ്യന്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങൾ ഉണ്ട് എന്ന് സിദ്ധാന്തിച്ചത് നമ്മുടെ ഹവാർഡ് ഗാർഡനർ ആണ്. മനുഷ്യന്റെ ബുദ്ധിക്ക് എന്തുണ്ട്, ബഹുമുഖങ്ങൾ, ഒന്നിലധികം മുഖങ്ങൾ ഉണ്ട് എന്ന് സിദ്ധാന്തിച്ചത് നമ്മുടെ ഹവാർഡ് ഗാർഡനർ. നമ്മൾ പറഞ്ഞ പല രീതിയിലുള്ള ബുദ്ധി എന്തുണ്ട്, ഓരോ വ്യക്തിക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബുദ്ധിയുടെ ഈ മുഖങ്ങൾ ഓരോ വ്യക്തിയിലും അന്തർലീനമായിരിക്കുന്നത് ഒരേ അളവിലായിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഭാഷാപരമായിട്ടുള്ള ബുദ്ധി എനിക്കിപ്പോ കൂടുതലാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ സംബന്ധിച്ച് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഒരേ രീതിയിലാവില്ല ആ ഒരു ബുദ്ധിയുടെ അളവ് എന്ന് പറയുന്നത്. ഗാർഡനറുടെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് എന്ത്, മനസ്സിന്റെ ചട്ടക്കൂടുകൾ അല്ലെങ്കിൽ ഫ്രെയിംസ് ഓഫ് മൈൻഡ്, ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. 1983 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഗാർഡനറുടെ ബുക്കാണ് എന്ത്, ഫ്രെയിംസ് ഓഫ് മൈൻഡ്. അപ്പോൾ ഫ്രെയിംസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി റിലേറ്റഡ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ആരാണ്, നമ്മുടെ ഗാർഡനറുമായിട്ട് ബന്ധിപ്പിച്ചാൽ മതി. ഗാർഡനറാണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാർഡനർ പറഞ്ഞിട്ടുണ്ട് ഇത് ബഹുമുഖ ബുദ്ധി നമ്മൾ 9 തരത്തിലാണ് ഈ ഒരു ബുദ്ധി എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തേത് എന്ന് പറയുന്നത് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി, വെർബൽ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് യുക്തിചിന്താപരവും ഗണിതപരവുമായിട്ടുള്ള ബുദ്ധി, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു പേരിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ യുക്തിപരവും ഗണിതപരവുമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ ആ ഗണിതത്തിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്താണ് ഈ ഒരു ബുദ്ധിയായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇപ്പൊ നന്നായിട്ട് ഇപ്പൊ ഒരു അധ്യാപിക ക്ലാസ്സിൽ ഒരു പ്രോബ്ലം പറയുന്ന സമയത്ത് ഓൺ ദ സ്പോട്ടിൽ ടീച്ചർ അവിടെ സോൾവ് ചെയ്യണേക്കാളും മുമ്പ് അവിടെ എന്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സോൾവ് ചെയ്യണേക്കാളും മുമ്പ് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്താണ് ഗണിതപരമായിട്ടുള്ള ബുദ്ധി കൂടുതലാണ്. യുക്തിപൂർവ്വം ചിന്തിക്കുക, എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പീക്ക് ലെവലിൽ ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനം എടുക്കുക, യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്താണ് യുക്തിചിന്താപരവും ഗണിതപരമായിട്ടുള്ള ബുദ്ധിയാണുള്ളത്. അടുത്തത് ദൃശ്യസ്ഥലപര ബുദ്ധി, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോ ദൃശ്യസ്ഥലപര ബുദ്ധി, ഇപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ബുക്ക് അവിടെ ഒരു ടേബിളിന്റെ മുകളിൽ ഒരു 10
സെറ്റ് 10 ബുക്ക് വെച്ച് വീതമുള്ളത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടീനോട് ഇവിടെ എത്ര ബുക്ക് ഏകദേശം ഉണ്ടാവും എന്ന് ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്യണമെന്ന് ഒന്ന് കണക്ക് കൂട്ടിയിട്ട് ഇത് ഒരു 10 ബുക്കിന്റെ സ്ഥാനത്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെ മൊത്തം ഒരു 100 ബുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു ഇമാജിനറി രീതിയിൽ നിന്നുകൊണ്ട് ആ ഒരു സ്ഥലം, ഇപ്പോൾ നമ്മൾ സ്ഥലമായ ദൃശ്യം, നമ്മൾ കാണുന്ന കാര്യങ്ങൾ, വിഷ്വൽ ആയിട്ടുള്ളത്, അതിലൊക്കെ നമുക്ക് ഒന്നും കൂടി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒന്നും കൂടി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലുണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എന്തറിഞ്ഞിരിക്കണം, ഈ ഒരു ബുദ്ധികൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഡീറ്റെയിൽഡ് ആയിട്ടും പോകണം. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യവും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം, ഈ കേട്ടറ്റ് എക്സാം ഇല്ലാന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമുക്കൊരു സ്കൂളിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ, ഇപ്പോൾ ഡെയിലി വേജസ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലോ, ബേസിക് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടറ്റ് ക്വാളിഫൈഡ് ആവാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കണം. അടുത്തത് ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധി, അത് കഴിഞ്ഞിട്ട് സംഗീതപരമായിട്ടുള്ള ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, അതുപോലെ പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി, അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി. ഇത്തരം ബുദ്ധികൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വേഗത്തിൽ പറയാം. ഭാഷാപരമായിട്ടുള്ള ബുദ്ധി, യുക്തിചിന്താപരവും ഗണിതപരമായിട്ടുള്ള ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി, അതുപോലെ തന്നെ സംഗീതപരമായിട്ടുള്ള ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി, അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി. ഈ ഒരു 9 ബുദ്ധിയും അറിഞ്ഞിരിക്കണം. ഇതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളും കുറച്ചും കൂടി എന്താണോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. അങ്ങനെയും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു ബുദ്ധി കണ്ടാൽ തന്നെ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പം സംഗീതപരമായിട്ട് ഉള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ സംഗീതത്തിൽ കുറച്ചും കൂടി താല്പര്യമുള്ള ആൾക്കാർക്ക് സംഗീതപരമായിട്ടുള്ള ബുദ്ധി കൂടുതലായിരിക്കും. ഇപ്പോൾ അതുപോലെ തന്നെ പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി, പ്രകൃതിയെ സംരക്ഷിക്കുന്ന ആൾക്കാർ, പ്രകൃതിയോട് കുറച്ചും കൂടി നമ്മളൊക്കെ ഒന്നും കൂടി ഇണങ്ങി നിൽക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി കൂടുതലായിരിക്കും. നമുക്കപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. എന്നിരുന്നാൽ കൂടിയും ഇതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് RPWD 2026 നിയമപ്രകാരം അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത വൈകല്യം ഏതെന്നാണ്. അപ്പോൾ RPWD റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. അപ്പോൾ ഈ 2016 ഈ ഒരു നിയമം വന്നിട്ടുള്ള 2016 വന്നിട്ടുള്ള ആ നിയമപ്രകാരം അതിൽ ആ ഒരു RPWD ഉൾപ്പെടാത്ത ഭിന്നശേഷിക്കാർ ഒരു 14 കാറ്റഗറി എന്ത് ചെയ്യുന്നുണ്ട് ഈ 2016 വന്നിട്ടുള്ള RPWD പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വരാത്ത കാറ്റഗറി ഏതാണെന്നാണ് ചോദ്യം. സെറിബ്രൽ പാൾസി, അതുപോലെ തന്നെ ഓട്ടിസം, അതുപോലെ ഹീമോഫീലിയ, കൊറോണറി ആർട്ടറി, അതുപോലെ ആർട്ടറി ഡിസീസ്. അപ്പോൾ 4 തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് RPWD ആക്ടിൽ ഇൻക്ലൂഡഡ് ആവാത്തത് നമുക്ക് നോക്കാം. നമ്മുടെ ഓപ്ഷൻ D ആയിട്ടുള്ള കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം, RPWD 2016 നിലവിൽ വന്നിട്ടുള്ള വർഷം ഏതാണെന്നാണ്. അപ്പോൾ അത് പാസ്സായിട്ടുള്ളത് 2016 ആ ഒരു നിയമമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത് 2017 ഏപ്രിൽ 19 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട്. ഈ 2 ചോദ്യങ്ങളുണ്ടല്ലോ, ഈ ചോദ്യവും അതുപോലെ തന്നെ ഈ ചോദ്യം ഒരൊറ്റൊരു പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ഈ സെയിം ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ട് ഒരു പേപ്പറിൽ തന്നെ വന്നിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. അപ്പോൾ അതെന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് എന്ന് പറയുന്നത്, അടുത്തൊരു ചോദ്യം, അനീറ്റയ്ക്ക് എഴുതുന്നതിൽ വൈകല്യമുണ്ട്. ഈ അവസ്ഥയെ അറിയപ്പെടുന്നത് എന്ത്? അപ്പോൾ എഴുതുന്നതിൽ വൈകല്യമാണ് എങ്കിൽ ആ ഒരു ഇതിനെ പറയും, നമ്മളിപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റീസ് പറയുന്നുണ്ട്. എഴുത്തിലുള്ള വൈകല്യമാണ് എങ്കിൽ അതെന്താണ്, ഡിസ്ഗ്രാഫിയാണ്. അപ്പോൾ വായനാ വൈകല്യമാണെങ്കിൽ എന്താണ്, ഡിസ്ലെക്സിയാണ്. അപ്പോൾ നമ്മളതൊന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞ് പോകുന്നുണ്ട്. ഇനി നമുക്ക് PWD ആക്ട് എന്താണ്, RPWD ആക്ട് എന്താണ്. നമ്മളിപ്പോൾ RPWD എന്ന് പറഞ്ഞു, അപ്പോൾ ഏത് വർഷമാണെന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ PWD ആക്ട് എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ്. എന്ത്, PWD ആക്ട്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. PW എന്ന് പറയുന്നത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്നാണ് അതിന്റെ
ഫുൾ ഫോം PWD ആക്ട് എന്ന് പറഞ്ഞാൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള, അപ്പൊ ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഡിസബിലിറ്റി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് എന്ത് PWD ആക്ട് എന്ന് പറയുന്നത്. 7 വിഭാഗങ്ങളാണ് ഈ ഒരു PWD ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 7 വിഭാഗക്കാര്, അതായത് ഈ കാറ്റഗറി ഒക്കെ ഭിന്നശേഷിക്കാരിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 7 കാറ്റഗറി നമ്മുടെ ഈ ഒരു നിയമത്തിൽ PWDയിൽ പറയുന്നുണ്ട്. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. പൂർണ്ണാന്തതയുള്ള ആൾക്കാർ, കാഴ്ചക്കുറവ്, അതുപോലെ തന്നെ ഭേദമാവാത്ത കുഷ്ഠരോഗമുള്ള ആൾക്കാർ, ചലന പരിമിതി, അതുപോലെ ശ്രവണ വൈകല്യമുള്ള ആൾക്കാർ, അതുപോലെ ബുദ്ധി പരിമിതി, മാനസിക രോഗം, ഇത്തരം ആൾക്കാരായിരുന്നു ആദ്യം നമ്മൾ ഭിന്നശേഷിക്കാർ എന്ന് പറയുമ്പോൾ ഈ ഒരു 7 ആൾക്കാരായിരുന്നു PWD ആക്ട് പ്രകാരം 1995 PWD ആക്ട് പ്രകാരം ഭിന്നശേഷിക്കാരായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു 7 വിഭാഗക്കാരാണ്. എന്ത് ചെയ്യാണ് ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാണ്. ചെറിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും കൂടി ഒന്ന് വിപുലീകരിച്ചിട്ടുണ്ടായിരുന്നു. വിപുലീകരിച്ചതിന്റെ ഫലമായിട്ട് 2016 നമ്മുടെ RPWD ആക്ട് വന്നു. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതിൽ ഏതൊക്കെ കാറ്റഗറി ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 1995, PWD ആക്ട് 1995 എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അപ്പോൾ വൈകല്യമുള്ളവർക്ക് തുല്യ അവസരങ്ങളും തുല്യ അവകാശങ്ങളും ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് എല്ലാവരെ പോലെ തന്നെ എന്തുണ്ട്, അവർക്ക് അവകാശമുണ്ട്, എല്ലാ കാര്യങ്ങളിലും തുല്യമായിട്ടുള്ള അവകാശങ്ങളും അവസരങ്ങളും ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്ന ആ ഒരു നിയമമാണ് അതിന് വേണ്ടിയിട്ടുള്ളത്. ഇന്ന കാറ്റഗറികൾ ഭിന്നശേഷിക്കാരാണ് എന്ന് പറഞ്ഞിട്ടുള്ള നിയമമാണ് എന്ത് PWD ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിയമം 1995 പാസ്സാക്കുന്നത്. 1996 ഫെബ്രുവരി 7 നിലവിൽ വന്നത്. അപ്പോൾ PWD ആക്ട് നിലവിൽ വന്നതെന്ന് എന്നുള്ള ചോദ്യം കൃത്യമായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 7 നിലവിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പാസ്സാക്കിയതെന്ന്, നിലവിൽ വന്നതെന്ന്, ഇതൊക്കെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയയാണ്. അതിനുശേഷം എന്താണ് 2016 ഈ ഒരു PWD ആക്ട് എന്ത് ചെയ്തു, റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറയുന്ന 2016 എന്ത് ചെയ്തു, ഇതൊന്ന് ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് എന്ത് ചെയ്തു, കുറച്ച് ഭിന്നശേഷി വിഭാഗക്കാരെ കൂടി, ഇപ്പൊ ആദ്യം 7 പറഞ്ഞു, 7ന്റെ കൂടെ ഒരു 14 കാറ്റഗറി കൂടി എന്ത് ചെയ്തു, ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിച്ചു. അപ്പോ 2016 ഡിസംബർ 27 രാഷ്ട്രപതി എന്ത് ചെയ്തു, ഈ ഒരു RPWD ആക്ടിന് അനുമതി നൽകി. അതിനുശേഷം 2017 ഏപ്രിൽ 19 എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു RPWD ആക്ട് എന്ന് പറയുന്നത് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 നിയമങ്ങളും PWD ആയിക്കോട്ടെ RPWD ആയിക്കോട്ടെ എന്നാണ് പാസ്സായത്, എന്നാണ് നിലവിൽ വന്നത്, ഓരോന്നും എടുത്ത് കേട്ടറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് 1995 രണ്ടാമത്തെ, അതായത് PWD 95 അത് നിലവിൽ വന്നത് എന്ന് പറയുന്നത് 96 ഫെബ്രുവരി 7 ഇനി RPW ആണെന്നുണ്ടെങ്കിൽ RPW നിലവിൽ വന്ന നമ്മുടെ രാഷ്ട്രപതി അതിനെ നിയമമാക്കാൻ വേണ്ടി അനുമതി നൽകിയിട്ടുള്ളത് എന്ന് പറയുന്നത് ഡിസംബർ 27 2016 ഡിസംബർ 27 നിയമമായിട്ട് വന്നത് എന്ന് പറയുന്നത്, നിയമമായിട്ട് നിലവിൽ വന്നത് 2017 ഏപ്രിൽ 19 ഓരോന്നും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അത്രയും ഫോക്കസ് ചെയ്ത് തന്നെ അത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ RPWD ആക്ടിൽ 14 വിഭാഗക്കാർ കൂടി എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ ആദ്യം PWDയിൽ പറയുന്നത് 7 കാറ്റഗറിയാണ് ഭിന്നശേഷിക്കാർ എന്ന് പറയുന്നുണ്ട്. പൂർണ്ണാന്തത, കാഴ്ചക്കുറവ്, അതുപോലെ തന്നെ ശ്രവണ വൈകല്യം, അങ്ങനെ കുറച്ച് 7 കാറ്റഗറിനെ പറ്റി പറയുന്നുണ്ട്. മാനസിക രോഗമുള്ള ആൾക്കാർ. അത് കൂടാതെ തന്നെ ഈ ഒരു ഭിന്നശേഷിക്കാരിൽ ഒരു 14 കാറ്റഗറി കൂടി ഈ ഒരു RPWD ആക്ട് വന്നതോടുകൂടി എന്ത് ചെയ്തു, ആഡ് ചെയ്യാണ് ഉണ്ടായത്. അപ്പൊ 7 എന്നുള്ളത് എന്തായി, 14 ആഡ് ചെയ്തപ്പോൾ മൊത്തം 21 കാറ്റഗറി ആയി ഉണ്ട് ഭിന്നശേഷി വിഭാഗക്കാർ. അതായത് ഈ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരൊക്കെ ഭിന്നശേഷിയിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ 21 ടോട്ടൽ ആവാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 21 വിഭാഗമായിട്ടുണ്ട്. അപ്പോൾ RPWDയിൽ ആഡ് ചെയ്തിട്ടുള്ള 14 വിഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് ഡോർഫിസം ആണ്, ഹൈറ്റ് കുറവുള്ള ആ ഒരവസ്ഥ. പിന്നെ ഓട്ടിസം, സെറിബ്രൽ പാൾസി, മസ്കുലാർ ഡിസ്ട്രോഫി, ഇതൊക്കെ കൃത്യമായി തന്നെ അറിയണം, ചോദിച്ചിട്ടുണ്ട്. RPWD ആക്ടിൽ പ്രതിപാദിച്ചിട്ടുള്ള ഡിസബിലിറ്റീസ് ഏതൊക്കെയാണ്, അതിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഓരോ ഡിസബിലിറ്റീസും നമ്മൾ അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് അതിന്റെ പേരെങ്കിലും അറിഞ്ഞിരിക്കണം. ഡോർഫിസം, ഓട്ടിസം, സെറിബ്രൽ പാൾസി, അതുപോലെ മസ്കുലാർ ഡിസ്ട്രോഫി, ആസിഡ് ആക്രമണം മൂലമുണ്ടാകുന്ന പരിമിതികള്,
പാർക്കിൻസൺസ് രോഗം, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, തലാസ്മിയ, അതുപോലെ ഹീമോഫീലിയ, അരിവാൾ രോഗം, സിക്കിൾ സെൽ അനീമിയ, തീവ്രമായിട്ടുള്ള നാഡീ തകരാറ് മൂലം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഭാഷാ സംസാര വൈകല്യങ്ങൾ. അടുത്തതായിട്ട് സവിശേഷമായിട്ടുള്ള പഠന വൈകല്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 4 കാറ്റഗറിയും കൂടി പറയുന്നുണ്ട്. ഇതും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ വായനാ വൈകല്യം ഏത്, കണക്ക് കൂട്ടാൻ ഒരാൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കുള്ള പഠന വൈകല്യം ഏത്, അതുപോലെ എഴുത്തിലാണ് ബുദ്ധിമുട്ടെങ്കിൽ അത് ഏതാണ് വൈകല്യം, ഓരോന്നും എടുത്ത ചോദ്യങ്ങൾ വരാറുള്ള ഒരു മേഖലയാണ് വായനാ വൈകല്യം, ഡിസ്ലെക്സിയ, ലേഖന വൈകല്യം അല്ലെങ്കിൽ എഴുത്തിലുള്ള വൈകല്യം ഡിസ്ഗ്രാഫിയ. ഗണിതപരമായിട്ടുള്ള വൈകല്യമാണെന്നുണ്ടെങ്കിൽ ഡിസ്കാൽക്കുലിയ. സംസാര ഭാഷ അപഗ്രഥന വൈകല്യമാണെങ്കിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ ആണ്. പിന്നെ ലാസ്റ്റ് 14ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബഹുവിധ വൈകല്യങ്ങൾ. അതായത് ഒരുപാട് വൈകല്യങ്ങൾ ഒരുമിച്ച് വരുന്ന ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, ബഹുവിധ വൈകല്യങ്ങൾ. കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, അതുപോലെ ഇതൊക്കെ എന്ത് ഒരുമിച്ച് വരിക. അതിൻ്റെ ഇടയിൽ ഉയരക്കുറവ്, അങ്ങനെ ഒരു 3-4 ഒന്നിൽ കൂടുതൽ ഡിസബിലിറ്റീസ് ഒക്കെ ഒരുമിച്ച് വരുന്ന ആ ഒരു കാറ്റഗറി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി പറയാം, നമ്മുടെ RPWD ആക്ടിൽ പറയുന്ന 14 കാറ്റഗറീസ് ഏതൊക്കെയാന്നുള്ളത്: ഡോർഫിസം, ഓട്ടിസം, സെറിബ്രൽ പാൾസി, മസ്കുലാർ ഡിസീസ്, ആസിഡ് ആക്രമണം മൂലം ഉണ്ടാകുന്ന പരിമിതികൾ, പാർക്കിൻസൺസ്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, തലാസീമിയ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, തീവ്രമായിട്ടുള്ള നാഡീ തകരാറുകൾ, അതുപോലെ തന്നെ ഭാഷാ സംസാര വൈകല്യങ്ങൾ, പിന്നെ പഠന വൈകല്യം വരുമ്പോൾ ഈ 4 വൈകല്യം എന്തായാലും ഓർത്ത് വയ്ക്കണം, ബഹുവിധ വൈകല്യങ്ങൾ. അപ്പോൾ വായനാ വൈകല്യം ഡിസ്ലെക്സിയാണ്, ലേഖന വൈകല്യം ഡിസ്ഗ്രാഫിയാണ്, ഇപ്പൊ കണക്ക് കൂട്ടാനാണ് ബുദ്ധിമുട്ട്, ഗണിതപരമായിട്ടുള്ള വൈകല്യമാണെങ്കിൽ ഡിസ്കാൽക്കുലിയാണ്, അതുപോലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ ആണെന്നുണ്ടെങ്കിൽ സംസാര ഭാഷ അപഗ്രഥന വൈകല്യമാണെങ്കിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ. ഇപ്പോൾ ഇത് നോക്കിയേ, ഗണിതം, കാൽക്കുലേറ്റർ എന്തിനാണ്, നമ്മൾ കണക്കൂട്ടാനാണ് ഉപയോഗിക്കുക. അപ്പൊ ഗണിതപരമായിട്ടുള്ള വൈകല്യം എന്ന് പറയുമ്പോൾ ഡിസ്കാൽക്കുലിയ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോന്നും എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് പറയാനായിട്ട് പറ്റും. അപ്പോൾ RPW ആക്ട്, PW ആക്ട് എന്നാണ് പാസ്സായിട്ടുള്ളത്, അതുപോലെ തന്നെ എന്നാണ് നിയമം നിലവിൽ വന്നിട്ടുള്ളത്, അതിൽ ഏതൊക്കെ കാറ്റഗറീസ് വരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റീസിനെ പറ്റിയിട്ടും ധാരണ വേണം. അതുപോലെ തന്നെ ഇനി അടുത്തൊരു ചോദ്യമാണ്, ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്ന സംഭവം നിർദ്ദേശിച്ചത് ആര്? വൈഗോട്സ്കി, ബ്രൂണർ, അതുപോലെ തന്നെ സുബല്, ആൽബർട്ട് ബന്ദൂര. അപ്പൊ ഇതിൽ ആരാണ് ഡിസ്കവറി ലേണിംഗ്? നമുക്കറിയാം ബ്രൂണർ ആണ് ഡിസ്കവറി ലേണിംഗിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ വൈജ്ഞാനിക വികാസത്തിൽ നമ്മൾ ബ്രൂണറെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, ആ ഘട്ടങ്ങൾ ഏതൊക്കെയാന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ പെടുന്നത് ഏത്, അതുപോലെ തന്നെ ബ്രൂണറുടെ പ്രധാനപ്പെട്ട പുസ്തകം ഏത്, അതുപോലെ ഒരു എക്സാമ്പിൾ തന്നതിന് ശേഷം ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു എക്സാമ്പിൾ തന്നിട്ട് ഈ ഒരു എക്സാമ്പിൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. ഓരോന്നും എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്രൂണറുടെ കുറച്ച് ആശയങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ ഡിസ്കവറി ലേണിംഗ്, അങ്ങനത്തെ കുറച്ച് ആശയങ്ങൾ, കണ്ടെത്തൽ പഠനം, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി തന്നെ ചോദ്യം ചോദിക്കാറുണ്ട്. ഇതാരുടേതാണ്. ഇപ്പൊ ബ്രൂണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇതും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. വൈജ്ഞാനിക വികാസത്തിൽ നമ്മൾ പ്രധാനമായിട്ടും 3 ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് പിയാഷെ, ഇപ്പൊ ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് പിയാഷെ ഉണ്ട്, ബ്രൂണർ ഉണ്ട്, വൈഗോട്സ്കി ഉണ്ട്. അപ്പോൾ ഈ വൈജ്ഞാനിക വികാസത്തിൽ ഇവരുമായി ചോദ്യങ്ങൾ കടന്നു പോവാത്ത ഒരു കേട്ടറ്റ് എക്സാമും ഇല്ല. ഇവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും. ഒരു 2 മാർക്കിനെങ്കിലും മിനിമം വൈജ്ഞാനിക വികാസത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നമ്മുടെ ബ്രൂണറുടെ ഒരാശയമാണ് എന്ത്, ഡിസ്കവറി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബ്രൂണറെ പറ്റിയിട്ട് പറയാം. ബ്രൂണർ പറയുന്നുണ്ട്, ബ്രൂണറുടെ അഭിപ്രായത്തിൽ അറിവ് നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് ഒരൊറ്റപ്പെട്ട അവസ്ഥയല്ല, മറിച്ച് സാമൂഹിക സന്ദർഭത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയല്ല, സാമൂഹിക സന്ദർഭത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബ്രൂണറാണ്. ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ ആദ്യത്തേത് പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം. ഇപ്പൊ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ തന്നെ എക്സാമിന് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ് എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം
പ്രവർത്തിക്കുക, ബിംബനത്തിലൂടെ പ്രതീകമായിട്ട്. ഇത്തരത്തിലാണ് അറിവ് നിർമ്മാണം നടക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം ഒന്ന് പറഞ്ഞു തരാം. ഇപ്പൊ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, ഒരു ടേബിളിന്റെ മുകളിൽ ഒരു 3 പൂവും ഒരു 4 പൂവും ഇരിക്കുന്നുണ്ട്. 3 പൂവും അതുപോലെ തന്നെ 4 പൂവും ഇരിക്കുന്നുണ്ട് ടേബിളിന്റെ മുകളിലായിട്ട്. അപ്പൊ കുട്ടി എന്ത് ചെയ്യാണ്, കണക്ക് കൂട്ടി നോക്കാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യുന്നു. 1 2 3 4 5 6 7. അപ്പൊ ടോട്ടല് എന്ത് ചെയ്തിട്ടുണ്ട്, ടോട്ടല് അവിടെ 7 ഫ്ലവർ ഉണ്ട് എന്നുള്ളത് കുട്ടി പ്രവർത്തിച്ചിട്ട് പഠിക്കുകയാണ് ചെയ്തത്. അപ്പൊ മൊത്തം അവിടെ ഒരു 3ഉം ഇവിടെ ഒരു 4ഉം കാണാനുണ്ട്. അപ്പോ മൊത്തം 3 ഫ്ലവറും അതുപോലെ തന്നെ 4 ഫ്ലവറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം 7 ഫ്ലവർ ആണ് വരിക. അപ്പൊ 3 ഫ്ലവറും അതുപോലെ 4 ഫ്ലവറും കൂടി കൂട്ടിയാൽ 7 ഫ്ലവർ ആണ് വരിക എന്നുള്ള ഒരു ധാരണ കുട്ടിക്ക് എത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ബിംബന ഘട്ടം. കൺമുന്നിൽ ഇല്ലെങ്കിലും അതിനെ പറ്റിയിട്ട് ഇമാജിൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഓർത്തെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ കുട്ടി എന്ത് ചെയ്യാണ്, കുറച്ച് സമയത്തിന് ശേഷം അവിടെ ടേബിളിന്റെ മുകളിൽ ഒരു 4 പേനയും അതുപോലെ തന്നെ 3 പേനയും കാണാണ്. ആ സമയത്ത് കുട്ടിയാ ഞാൻ നേരത്തെ കണ്ടത് 3 പൂവും 4 പൂവും കൂടി കൂട്ടിയാൽ 9 വരും. അപ്പൊ ഇവിടെ ഉള്ളത് 4 പേനയും 3 പേനയുമാണ്. 9 അല്ല, സോറി 7. അപ്പൊ ഇവിടെ ഉള്ളത് 3 പേനയും അതുപോലെ 4 പേനയുമാണ്. ഇവിടെയും എന്തായിരിക്കും, ഇവിടെ 7 പേനകളായിരിക്കും ഉണ്ടായിരിക്കുക. കൺമുന്നിൽ ഇല്ല, അത് നേരത്തെ കണ്ടുപോയത് അങ്ങനെ കണ്ടങ്ങനെ പോയി. പിന്നെ ഇങ്ങനെ കുട്ടി ആലോചിക്കുന്ന സമയത്ത് അത് കണ്ട് മുമ്പിൽ ഇല്ലെങ്കിലും അതങ്ങനെയാണെന്നുള്ള ഒരു ധാരണ ബിംബനത്തിലൂടെ പഠിക്കുന്നു. ലാസ്റ്റ് വൺ അത് പ്രതീകാത്മകമായി ചിത്രീകരിക്കുക. ദാറ്റ് മീൻസ് 3 + 4 ദാറ്റ്സ് ഈക്വൽ ടു 7 എന്ന് എഴുതാനുള്ള ആ ഒരു കപ്പാസിറ്റിയിലോട്ട് കുട്ടി എത്തുന്നു. ആദ്യം പ്രവർത്തിച്ച് പഠിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ബിംബനമായിട്ട് കൺമുന്നിൽ ഇല്ലെങ്കിലും ആ ഒരു രീതിയിലുള്ള ഏത് സാഹചര്യം വന്നാലും അത് മനസ്സിലാക്കാനും അതുമായിട്ട് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ബിംബങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമായി സിംബോളിക് ആയിട്ട് എഴുതാൻ കുട്ടിക്ക് കഴിവിലോട്ട് എത്തുന്നു. അതായത് 3നോട് കൂടി 4 കൂട്ടിയാൽ അല്ലെങ്കിൽ 4നോട് കൂടി 3 കൂട്ടിയാൽ 7 വരിക എന്നുള്ള സിംബോളിക് ആയിട്ടുള്ള റൈറ്റിംഗിലോട്ട് കുട്ടി എത്തുന്നു. ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഒരു വൈജ്ഞാനിക വികാസം അല്ലെ ബ്രൂണറിനെ സംബന്ധിച്ച്, ബ്രൂണറുടെ ആശയങ്ങളെ സംബന്ധിച്ച് വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത് ഈ 3 സ്റ്റേജിന്റെ ബേസിലാണ്. ഒന്ന് ആലോചിക്കുക, പ്രവർത്തന ഘട്ടം, ഇനാക്റ്റീവ് സ്റ്റേജ്, അതുപോലെ ബിംബന ഘട്ടം, ഐക്കോണിക്, അതുപോലെ പ്രതീകാത്മക ഘട്ടം, സിംബോളിക് സ്റ്റേജ്. 3 ഘട്ടങ്ങളും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അതുപോലെ ബ്രൂണറുടെ ആശയങ്ങൾ നമുക്ക് നോക്കാം. ചാക്രികാരോഹണ രീതി അല്ലെങ്കിൽ സർപ്പിള രീതി, സ്പൈറലിംഗ് മെത്തേഡ്, സ്പൈറലിംഗ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് ഇതിന്റെ ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്. ഈ ചാക്രികാരോഹണ രീതി നമ്മളിപ്പോൾ പഠിച്ചു വരുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ കാലഘട്ടം നമ്മളിപ്പോൾ പഠിക്കുന്ന ഏത് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ഈ ഒരു ഫോർമാറ്റിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ 1ാം ക്ലാസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിച്ചു വിചാരിക്കുക. 2ാം ക്ലാസ് ആകുമ്പോഴത്തേന് ചെടിയുടെ ഭാഗങ്ങൾ, വേര്, തണ്ട്, ഇല, അതുപോലെ തന്നെ കായ്, അങ്ങനെ ഓരോ ചെടിയുടെ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു 2ാം ക്ലാസ് ആകുമ്പോൾ പഠിക്കുന്നു. 3ാം ക്ലാസ്സിൽ പിന്നെ ഒരു 5, 6 ആകുമ്പോഴത്തേനും കോശങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ജന്തുകോശം അതുപോലെ തന്നെ സസ്യകോശം 6ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി ഓരോ കാറ്റഗറി, ഇപ്പോൾ ഒരു 7ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേനും ബഡ്ഡിങ്, ലെയറിങ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടി വ്യാപ്തിയിലോട്ട്. അപ്പോൾ ഒരു ചെടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സസ്യം എന്ന് പറയുന്ന ഒരു ആശയത്തെ ആസ്പദമാക്കിയിട്ട് പിന്നെ ആദ്യം സസ്യത്തെ പറ്റി പഠിച്ചു, ചെടിയുടെ ഭാഗങ്ങള്, വ്യത്യസ്ത തരം വളങ്ങള്, കോശങ്ങള്, പിന്നെ നമ്മളൊരു +1 +2 ഒക്കെ എത്തുമ്പോഴത്തേന് എന്താണ് അത് ബോട്ടണി, സുവോളജി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടും 2 സിലബസ്, ബയോളജി തന്നെ 2 സിലബസ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണ്, ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ആശയത്തിന് മുകളിൽ കുറച്ചും കൂടി അറിവുകൾ ആഡാക്കി ഓരോ വർഷം കഴിയുന്തോറും അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾ കഴിയുന്തോറും ആ ഒരു ചെറിയൊരു ആശയത്തിന് മുകളിൽ അറിവ് ആഡാക്കി വലിയൊരു ആശയത്തിലോട്ട് അല്ലെങ്കിൽ വലിയൊരു അറിവിലോട്ട് എത്തുന്ന അത്തരത്തിലുള്ള രീതി. ഇങ്ങനെ സ്പൈറൽ പോലെ ഇങ്ങനെ പോകുന്ന അതിനെയാണ് എന്ത് പറയുന്നത്, സ്പൈറലിംഗ് മെത്തേഡ് അല്ല എന്നുണ്ടെങ്കിൽ ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് കൂട്ടിച്ചേർത്ത് ആഴത്തിലും വ്യാപ്തിയിലോട്ടും പോകുന്ന ആ ഒരു പ്രക്രിയയാണ് ചാക്രികാരോഹണ രീതി അല്ലെങ്കിൽ സ്പൈറലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ വരാറുള്ളത് ചാക്രികാരോഹണ രീതിയുടെ ഉപജ്ഞാതാവാര് അല്ലെങ്കിൽ സ്പൈറലിംഗ് മെത്തേഡിന്റെ ഉപജ്ഞാതാവാര്. അതുപോലെ തന്നെ ചോദിക്കാറുള്ളത് ഈ ഒരു എന്താണ് ചാക്രികാരോഹണ രീതി എന്ന് പറഞ്ഞു തന്നിട്ട് ഇതെന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതും റിപ്പീറ്റഡ് ആയിട്ട് ഒരു 10
10 വർഷത്തെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ വട്ടം ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ബ്രൂണറുടെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് എന്റെ ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് വെക്കുക, നേടിയ അറിവിന്മേൽ നിരന്തരം എന്ത് ചെയ്യുക, അറിവുകൾ കൂട്ടിച്ചേർത്ത് ആഴത്തിലും വ്യാപ്തിയുമുള്ള ഒരു ആശയത്തിലോട്ട് അല്ലെങ്കിൽ അറിവിലോട്ട് എത്തിച്ചേരുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് എന്റെ ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അറിവിന്റെ മുകളിൽ അഡീഷണൽ ഇങ്ങനെ ആഡാക്കി ഇങ്ങനെ വരുന്നു. ഇത്തരത്തിലുള്ളതിനെയാണ് പറയുന്നത് ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്. ചാക്രികാരോഹണ രീതിയുടെ അല്ലെങ്കിൽ സ്പൈറൽ മെത്തേഡിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രൂണർ ആണ്. ഇനി അടുത്തൊരു അദ്ദേഹത്തിന്റെ ആശയമാണ് എന്ത്, ആശയദാന മാതൃക അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്നും ചോദിക്കാറുണ്ട്. ആരുടേതാണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അല്ലെങ്കിൽ ആശയദാന മാതൃക എന്ന് പറയുന്ന ആശയം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ബ്രൂണർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അന്വേഷണത്തിലൂടെ ഒരു ആശയദാനം നടക്കുക, ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു ആശയമായിട്ട് രൂപീകരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഈ ആശയദാന മാതൃക എന്ന് പറയുന്നത്. ആശയദാന മാതൃകയുടെ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. നിരീക്ഷണം, താരതമ്യം, തരംതിരിക്കൽ, അതുപോലെ തന്നെ നിഗമനത്തിലെത്തൽ. 4 ഘട്ടങ്ങളാണുള്ളത്. മനസ്സിലാക്കിക്കോളൂ. നിരീക്ഷണം, ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നിരീക്ഷണമാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് താരതമ്യമാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് തരംതിരിക്കലാണ്. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നിഗമനത്തിലെത്തലാണ്. അപ്പോ നമ്മുടെ ബ്രൂണറുടെ 2 ആശയങ്ങൾ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ആശയദാന മാതൃക അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, രണ്ടാമത്തത് എന്ന് പറയുന്നത് ചാക്രികാരോഹണ രീതിയാണ്. ഇനി അടുത്തത് കണ്ടെത്തൽ പഠനം. കണ്ടെത്തൽ പഠനം അല്ലെങ്കിൽ പേരിൽ തന്നെ ഉണ്ട് ഡിസ്കവറി ഓഫ് ലേണിംഗ്, കണ്ടെത്തി പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രൂണറുടെ ആശയമാണ്. അപ്പൊ ബ്രൂണറുടെ പ്രയോഗങ്ങൾ ചോദിക്കാറുണ്ട്. കുട്ടിയെ പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് വേണ്ടത്. പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ ബ്രൂണറാണ്. അറിവ് എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നമല്ല എന്ന് പറഞ്ഞതും ബ്രൂണറാണ്. ബ്രൂണറുടെ ബുക്കാണ് ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് അതുപോലെ തന്നെ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ആക്ച്വൽ മൈൻഡ്, പോസിബിൾ വേർഡ്സ്. ഇത് 3 നമ്മുടെ ബ്രൂണറുടെ പുസ്തകമാണ്. ഈ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷനും അതുപോലെ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷനും ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബ്രൂണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു ബ്രൂണറുടെ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോ നമ്മൾ അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കാണ്. ഒരു പഠിതാവിന്റെ നിലവിലെ പഠനനിലയിൽ മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരുന്ന പഠനനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? അപ്പോ ഒരു പഠിതാവിന്റെ നിലവിലുള്ള ആ ഒരു പഠനനിലയും മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാൻ പറ്റുന്ന ആ പഠനനിലയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, ആ ഒരു അന്തരം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര് എന്നാണ് ചോദ്യം. വൈഗോട്സ്കി, തോണ്ടൈക്ക്, സ്കിന്നർ, ബ്രൂണർ. നമ്മുടെ വൈഗോട്സ്കി ആണ് ഈ ഒരു ആശയം ZPD-യുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈഗോട്സ്കിയുടെ ആശയമാണ്, പ്രധാനപ്പെട്ട ആശയമാണ്. അപ്പോൾ ഇതിൽ ഇത്രേ പറയുന്നുള്ളൂ. കറന്റ് എബിലിറ്റി ലെവലും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അന്തരത്തിനെയാണ് എന്ത് പറയുന്നത്, ZPD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി തന്റെ സ്വന്തം കഴിവിനാൽ എത്തിച്ചേരാൻ പറ്റുന്ന നിലയും മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാൻ പറ്റുന്ന നിലയും തമ്മിലുള്ള ആ ഒരു അന്തരമാണ് എന്റെ ZPD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എനിക്കിപ്പോൾ സ്വന്തമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 7ാമത്തെ ചാപ്റ്റർ, ഇപ്പോൾ മാത്സിൽ ഞാൻ 7ാമത്തെ ചാപ്റ്റർ ഒന്ന് പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ട് പഠിച്ച എക്സാം അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത് 35 മാർക്കാണ്. എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തു, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലെ അധ്യാപികൻ എന്നെ ഹെൽപ്പ് ചെയ്തു മാർക്ക് കൂടാനുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അവരുടെ ഹെൽപ്പോട് കൂടി പഠിച്ചിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് 35 എന്നുള്ളത് 68 മാറി. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം കഴിവിനാൽ എത്തിച്ചേരാൻ പറ്റിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 35 മാർക്കാണ്. മറ്റൊരാളുടെ ഹെൽപ്പും കൂടി വന്നപ്പോൾ എനിക്കതെന്തായി 68 മാറ്റാനായിട്ട്, ആ മാർക്ക് ചേഞ്ച് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്വന്തം കഴിവിനാൽ എത്തിച്ചേരാൻ പറ്റുന്ന നിലയും മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാൻ പറ്റുന്ന, ഇപ്പോൾ ജസ്റ്റ് ഒരു ഗ്രാഫ് വരയ്ക്കാന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ സ്വന്തം കഴിവിൽ എത്താൻ പറ്റുന്ന. അപ്പോൾ കറന്റ് എബിലിറ്റി ലെവൽ, ഇത് മറ്റൊരാളുടെ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ, ഇത് രണ്ടും തമ്മിലുള്ള ഈ ഒരു അന്തരമാണ് എന്ത് പറയുന്നത്,
ZPD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറന്റ് എബിലിറ്റി ലെവലും എനിക്ക് സ്വന്തം കഴിവിനാൽ എത്തിച്ചേരാൻ പറ്റുന്ന നിലയും മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാൻ പറ്റുന്ന ആ നിലയും തമ്മിലുള്ള അന്തരമാണ് ZPD. അപ്പോൾ ആരാണ് ZPDയുടെ ഉപജ്ഞാതാവ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ZPDയുടെ ഫുൾ ഫോം എന്താണ്? ഇംഗ്ലീഷിന്റെ ഭാഗത്തുനിന്ന് കാറ്റഗറി 1, 2 ഇംഗ്ലീഷിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം വന്നിട്ടുള്ളതാണ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ ZPDയുടെ നമുക്കത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ എന്താണ് ZPD എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഈ എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ തന്നിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഉപജ്ഞാതാവ് ആര് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാൽ അത്രയധികം വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് അകത്ത് അക്ഷരങ്ങൾ ചേർത്തുള്ള വാക്ക് തനിയെ വായിക്കാൻ പറ്റാത്ത കുട്ടിക്ക് അധ്യാപികയുടെ സഹായത്താൽ അത് സാധിച്ചു. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ഇത് എന്തിനുള്ള ഉദാഹരണമാണ്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അക്ഷരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ള കൂട്ടി വായിക്കാനായിട്ട് പറ്റുന്നില്ല. അധ്യാപികയുടെ ഹെൽപ്പ് വന്നപ്പോൾ എന്ത് ചെയ്തു? കൂട്ടി വായിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ സ്കഫോൾഡിങ്, ക്രിയാത്മക ചിന്ത, സ്വാംശീകരണം, സന്തുലീകരണം. ആൻസർ വരുന്നത് സ്കഫോൾഡിങ് ആണ്, അല്ലെങ്കിൽ കൈത്താങ്. കൈത്താങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കഫോൾഡിങ് എന്ന് പറയുന്നത് നമ്മുടെ വൈഗോട്സ്കിയുടെ ആശയമാണ്. സ്കഫോൾഡിങ് ആരുടെ ആശയമാണ് ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൈത്താങ് ആരുടെ ആശയമാണ്. അപ്പോൾ കൈത്താങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു കുട്ടിയുടെ മാക്സിമത്തിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യാം? വൈഗോട്സ്കിയെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ വൈഗോട്സ്കി എന്ന് പറയുന്നത് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ്, ദ ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് നമ്മുടെ വൈഗോട്സ്കിയാണ്. വൈഗോട്സ്കി പറയുന്നത് സമൂഹത്തിൽ നിന്നാണ് അറിവ് നിർമ്മാണം നടക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടി അറിവ് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നിന്നാണ്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിലൂടെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന്, അങ്ങനെ സമൂഹത്തിൽ നിന്ന് അറിവ് നിർമ്മാണം നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വൈഗോട്സ്കി ആയതിനാലാണ് നമ്മുടെ ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നുള്ള പേരിൽ നമ്മുടെ വൈഗോട്സ്കി അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികാസം നടക്കുന്നത് മറ്റുള്ളവരുമായുള്ള സാമൂഹിക സാംസ്കാരിക ഇടപെടലിലൂടെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് വൈഗോട്സ്കിയാണ്. പഠനത്തിൽ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം പരിഗണിച്ച് അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നു. സോഷ്യോ കൾച്ചറൽ ലേണിംഗ് തിയറി എന്നറിയപ്പെടുന്നു. അപ്പൊ വൈഗോട്സ്കിയുടെ സിദ്ധാന്തത്തിന് സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഘടകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നതാണ് എന്ത്? സോഷ്യോ കൾച്ചറൽ തിയറി അല്ലെങ്കിൽ സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം. അപ്പോ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലാന്നുണ്ടെങ്കിൽ സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം, അതോ അല്ലാന്നുണ്ടെങ്കിൽ സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം എന്ന് നമ്മുടെ വൈഗോട്സ്കിയുടെ ആ ഒരു സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നുണ്ട്. സോഷ്യോ കൾച്ചറൽ തിയറി, ഇതും ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗമാണ്. അതുപോലെ വൈഗോട്സ്കിയുടെ പ്രധാനപ്പെട്ട ആശയമാണ് എന്ത്? ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സമീപസ്ഥ വികാസ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോ ZPD എന്ന് പറയുന്നത് എല്ലാവർക്കും എന്തല്ല ഒരുപോലെയല്ല. അപ്പോ എനിക്ക് സ്വന്തം കഴിവിനാൽ എത്തിച്ചേരാൻ പറ്റിയിട്ടുള്ളത് 35 മാർക്കാണെങ്കിൽ ഇപ്പൊ എന്റെ ഏറ്റവും ആത്മസുഹൃത്തിന് ചിലപ്പോൾ 45 മാർക്ക് സ്വന്തം കഴിവിനേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു അധ്യാപികയുടെ കഴിവും കൂടി വന്നപ്പോൾ ഒരു 70 ആയിട്ടുണ്ടാവും. എനിക്ക് എന്തായിട്ടുള്ളൂ? 68 ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ZPDയുടെ അളവ് എന്ന് പറയുന്നത് ഒരുപോലെയല്ല എന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ZPD എന്ന് പറയുന്നത് ഒരുപോലെ ആകണമെന്നില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വൈഗോട്സ്കി മുന്നോട്ട് വെച്ചിട്ടുള്ള പഠന തന്ത്രങ്ങളാണ്. സംവാദാത്മക പഠനം എന്ന് പറഞ്ഞാൽ നമുക്കത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം. അപ്പോൾ ഒരാശയത്തെ പഠന പ്രശ്നത്തെയോ കേന്ദ്രീകരിച്ച് രണ്ടോ അധികമോ പേര് അന്യോന്യം എന്ത് ചെയ്യുന്നു? ആശയങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് അതുമായിട്ട് അതിന് യോജിച്ചിട്ടുള്ള വീക്ഷണങ്ങളാവാം, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളായിരിക്കാം, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം. അത്തരത്തിൽ പരസ്പരം അങ്ങനെ പങ്കുവെക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് എന്ന് പറയുന്നത് സംവാദാത്മക പഠനം എന്ന് പറയുന്നത്. ഇത്രയ്ക്കുള്ളൂ. ഒരാശയത്തെ കേന്ദ്രീകരിച്ച് രണ്ടോ അതിലധികം പേര് അന്യോന്യം ആദരവോടെ ആശയങ്ങൾ പങ്കുവെക്കുന്ന രീതി. ചോദ്യങ്ങൾ, അതുപോലെ വിയോജിപ്പ്, വിരുദ്ധ വീക്ഷണങ്ങൾ, കൂട്ടിച്ചേർക്കലുകൾ, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അടുത്തത് സംഘപഠനം, ഗ്രൂപ്പ് ലേണിംഗ്. സംഘപഠനം പേര് കേൾക്കുന്നത് പോലെ തന്നെ സംഘം ചേർന്ന് പഠിക്കുക, അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അടുത്തൊരു പഠന തന്ത്രമാണ് വൈഗോട്സ്കിയുടെ സഹവർത്തിത്വ പഠനം എന്ന് പറയുന്നത്. കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. സഹവർത്തിത്വ പഠനമുണ്ട്, അതുപോലെ തന്നെ സഹകരണാത്മക പഠനമുണ്ട്.
ഉണ്ട്, കോഓപ്പറേറ്റീവ് ലേണിംഗ് ഉണ്ട്. ഇപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസസ് ഒന്ന് നോക്കാം. അപ്പൊ സഹവർത്തിത പഠനം എന്ന് പറയുന്നത് ഭിന്ന നിലവാരക്കാരായിട്ടുള്ള അംഗങ്ങളാണ്, അതിലെ പ്രത്യേകതകളാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സഹവർത്തിത്വമായിട്ട് പഠിക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽ എന്ന് പറയുന്നത് ഭിന്ന നിലവാരക്കാരായിരിക്കും അതിലെ അംഗങ്ങൾ. അതിന്റെ പല കാറ്റഗറി. ഇപ്പൊ നന്നായി പഠിക്കുന്ന പിള്ളേരുണ്ടാവും, അല്ലെങ്കിൽ തീരെ പഠിക്കാത്ത പിള്ളേരുണ്ടാവും, ഒരു നോർമൽ ഒരു ഏവറേജ് ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഭിന്ന നിലവാരക്കാരുള്ള ഒരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ താൻ ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ച് മാത്രമേ ഓരോരുത്തർക്കും ധാരണ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഭിന്ന നിലവാരക്കാരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാനിപ്പോ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അവലോകനം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിന് ഒരു 12 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഓരോരുത്തരും ഓരോ സെക്ഷൻ വെച്ച് എടുത്തു. അപ്പൊ ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് എനിക്കേ അറിയുള്ളൂ. മറ്റുള്ളവർ എടുക്കുന്നതിനെ പറ്റിയിട്ട് എന്തുണ്ടാവില്ല, എനിക്ക് ഒരു ധാരണയും ഉണ്ടാകില്ല. അധ്യാപകൻ ഒരു സഹായിയായിട്ട് അവരുടെ കൂടെ തന്നെ ഉണ്ടാകും. പഠന ലക്ഷ്യങ്ങളും ചുമതലകളും അടക്കം നിശ്ചയിക്കുന്നത് ആരാണ്? അധ്യാപകനാണ് നിശ്ചയിക്കുക. ഒരു സഹായത്തിനുണ്ടാവും, അധ്യാപകനായിരിക്കും നിശ്ചയിക്കുക. ഇനി ഇവിടെ എന്ന് പറയുന്നത് ഇപ്പൊ സഹകരണാത്മകമാകുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പഠിതാക്കൾ എല്ലാവരും എന്താണ്, ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റി എല്ലാവർക്കും ധാരണ ഉണ്ടായിരിക്കും. പഠനാശയത്തെ കുറിച്ചും പഠന പ്രവർത്തന ഘട്ടത്തെ കുറിച്ചിട്ടും എല്ലാവർക്കും എന്തായിരിക്കും, ഒരുപോലെ ധാരണ ഉണ്ടായിരിക്കും. അധ്യാപികയും കുട്ടികളും തമ്മിൽ അറിവും അധികാരവും പങ്കുവെക്കുന്നു. അപ്പുറത്ത് വരുമ്പോൾ എന്താണ്, അധ്യാപികയാണ് ഡിസൈഡ് ചെയ്യുന്നത് ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് അധ്യാപികയാണ്. അപ്പൊ ഇവിടെ സഹകരണാത്മകത്തിൽ വരുമ്പോൾ നമ്മുടെ അധ്യാപികയും കുട്ടികളും എന്ത് ചെയ്യാണ്, അവർ പരസ്പരം അറിവും അധികാരവും എന്ത് ചെയ്യാണ്, പങ്കുവെക്കുകയാണ്. പഠന ലക്ഷ്യം അതുപോലെ തന്നെ ചുമതല നിശ്ചയിക്കുന്നത് പഠിതാക്കൾക്ക് അവസരമുണ്ട്. എന്താണ് പഠന ലക്ഷ്യം, അതുപോലെ തന്നെ എന്തൊക്കെ ചുമതലകളാണ് ഓരോരുത്തർക്കും കൊടുക്കേണ്ടത്, അതിനെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യാം, അധ്യാപകനായ കുട്ടികൾക്ക് അതിനുള്ള ആ ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അത് ലീഡ് ചെയ്യാനുള്ള ആ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സഹവർത്തിത്വ പഠനം എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കുള്ളൂ. അധ്യാപകൻ പറയുന്നതിനനുസരിച്ച് പിള്ളേർ ചെയ്യുന്നു, ഭിന്ന നിലവാരക്കാരാണ്, അതുപോലെ തന്നെ അവർ ചെയ്യുന്നതിനെ പറ്റി അവർക്ക് അറിയുള്ളൂ. ഇപ്പോൾ സഹകരണാത്മകമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാത്തിനെ പറ്റി അറിയാം. അധ്യാപകരും കുട്ടികളും എന്ത് ചെയ്യുന്നു, അറിവും അധികാരവും ഒരുപോലെ പങ്കുവെക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഇനി സ്കഫോൾഡിങ്, നേരത്തെ പറഞ്ഞു, നമ്മുടെ വൈഗോട്സ്കിയുടെ മറ്റൊരു ആശയമാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. ഒരു കുട്ടി ആ കുട്ടിയുടെ പരമാവധിയിലേക്ക് എത്തിക്കാനായിട്ട് അധ്യാപകൻ നൽകുന്ന ആ സഹായത്തിനെയാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. വൈഗോട്സ്കിയുടെ മറ്റൊരു ആശയമാണ് പ്രതിക്രിയ അധ്യാപനം. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിനായിട്ട് വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയാണ് എന്ത്, പ്രതിക്രിയ അധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോ കുട്ടികൾക്ക് വായനാ പരിശീലനത്തിനായി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള രീതിയാണിത്. ചോദ്യം വന്നിട്ടുണ്ട്, വായനാ പരിശീലനത്തിന് വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രീതി പ്രതിക്രിയ അധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് എന്നറിയപ്പെടുന്നു. അപ്പോൾ പ്രതിക്രിയ അധ്യാപനത്തിന്റെ 4 ഘട്ടങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ചോദിക്കൽ, ക്വസ്റ്റ്യനിങ്, സംഗ്രഹിക്കൽ, സമ്മറൈസിങ്, അതുപോലെ വിശദീകരിക്കൽ, എക്സ്പ്ലൈനിങ്, അതുപോലെ തന്നെ പ്രവചിക്കൽ, പ്രഡിക്ഷൻ. ഈ 4 ഘട്ടങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത്. കൈത്താങ്, അതുപോലെ ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, റെസിപ്രോക്കൽ ടീച്ചിങ്, അതിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് ആണ്. അതുപോലെ ZPD എന്താണ്, ഇത്തരത്തിലുള്ള, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള പഠന തന്ത്രങ്ങൾ ഏതൊക്കെയാണ്. ഇതെന്നൊക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ തന്നെ ഇത് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് എന്ന് പറയുന്നത്, അടുത്തൊരു ചോദ്യം, വൈകാരിക അസ്വസ്ഥനായിട്ടുള്ള കുട്ടി പ്രകടിപ്പിക്കുന്ന പെരുമാറ്റം ഏതാണ്? കുറ്റമറ്റ കൈയക്ഷരം. അപ്പൊ കുറ്റമറ്റ കൈയക്ഷരം എന്ന് പറഞ്ഞാൽ നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ ഉണ്ടല്ലേ. അപ്പൊ ചില വേർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇത് നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സെയിം തന്നെയായിരുന്നു, കുറ്റമറ്റ കൈയക്ഷരം. അപ്പോൾ ഈ ഒരു മലയാളം നോക്കുന്ന ഈ ഒരു ഇംഗ്ലീഷ് നോക്കുന്ന മലയാളം നോക്കുമ്പോൾ നമുക്കൊന്നും പിടുത്തം കിട്ടൂല. ഇപ്പോഴത്തെ ഇംഗ്ലീഷ് നോക്കി നമുക്ക് മനസ്സിലാവും പെർഫെക്റ്റ് ഹാൻഡ് റൈറ്റിംഗ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ്, നല്ല വൃത്തിയിൽ നല്ല വെടുപ്പിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള റൈറ്റിംഗ്. അടുത്തതെന്ന് പറയുന്നത് സ്ഥിരമായ അക്കാദമിക് മികവ്. നല്ല രീതിയിൽ അക്കാദമിക് മികവുണ്ട്. സ്ഥിരവും ശാന്തവുമായിട്ടുള്ള
പെരുമാറ്റം, സ്റ്റേബിളും കാമുമായിട്ടുള്ള പെരുമാറ്റം. അടുത്തത് ഇടയ്ക്കിടെയുള്ള മാനസികാവസ്ഥയിലെ ഏറ്റക്കുറച്ചുകളും അതുപോലെ സാമൂഹിക അകൽച്ച, മൂഡ് സ്വിങ്സ്, അതുപോലെ തന്നെ സാമൂഹിക അകൽച്ച. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? വൈകാരികമായിട്ട് അസ്വസ്ഥനായിട്ടുള്ള കുട്ടി പ്രകടിപ്പിക്കുന്ന പെരുമാറ്റം. വൈകാരികമായിട്ടുള്ള മെന്റൽ സ്റ്റേജ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്കായിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സങ്കടമോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റുമോ? നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ കരച്ചിൽ വരും, ചിലപ്പോൾ ഭയങ്കര സങ്കടം വരും, ഭയങ്കര ഇമോഷണൽ ആയിട്ട് പോകും. അതിന് നമ്മൾ ഭയങ്കര ഇമോഷണലി വീക്കായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുമോ? നല്ല പെർഫെക്റ്റ് ആയിട്ട് വൃത്തിയിൽ എഴുതാൻ പറ്റുമോ? അതല്ല, സ്ഥിരമായിട്ട് നല്ലൊരു ക്ലാസ് കൃത്യമായി ശ്രദ്ധിച്ച് അക്കാഡമിക് ആയിട്ടുള്ള ക്ലാസ് ഫസ്റ്റ് ആവാനായിട്ട് പറ്റുമോ? നമ്മൾ മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് സാധിക്കുമോ? അതുപോലെ തന്നെ കാമും അതുപോലെ കൂൾ ആൻഡ് കാമായിട്ട് നമുക്ക് പെരുമാറാൻ പറ്റുമോ? പറ്റൂല. നമ്മുടെ സ്വഭാവത്തിൽ പല പല വേരിയേഷൻസ് കാണാനായിട്ട് പറ്റും. നമ്മുടെ സംസാര രീതി ആയിക്കോട്ടെ, നമ്മുടെ പെരുമാറ്റം ആയിക്കോട്ടെ, എല്ലാത്തിലും വേരിയേഷൻസ് കാണാനായിട്ട് പറ്റും. പിന്നെ ഇടയ്ക്കിടെയുള്ള മാനസികപരമായിട്ടുള്ള ഏറ്റക്കുറച്ചിൽ, ഇതാണ് എന്ത് വൈകാരികമായിട്ട് അസ്വസ്ഥതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മെന്റൽ സ്റ്റേജ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ആ ഒരു നല്ല സന്തോഷിച്ച് കാണാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് സന്തോഷിച്ച് കാണണമെന്നുണ്ടാവില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുക. അപ്പൊ ഇമോഷണലി വീക്കായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലാണ്. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ കുറ്റമറ്റ കൈയക്ഷരം എന്ന് പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂസിങ് ഉണ്ടെങ്കിലും അതിന്റെ ഇംഗ്ലീഷ് ടേംസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കൺഫ്യൂഷൻ എന്താവും, പോകും. അപ്പോൾ ഇത് മൂന്നെന്താണ്, ഒരേ ഇതിൽ വരുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൂന്നെണ്ണത്തിനെ മാറ്റാൻ പറ്റും. പിന്നെ ലാസ്റ്റത്തെ മാത്രമാണ് എന്തുണ്ടാവുക, ഇത് മൂന്നെണ്ണമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം ഇതാണ്: ആൽപോർട്ടിന്റെ വ്യക്തിത്വ സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ മുഴുവൻ വ്യക്തിത്വത്തിലും ആധിപത്യം പുലർത്തുന്ന സവിശേഷത ഏതാണ്? അപ്പൊ ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ എല്ലാ എന്ത് വ്യക്തിത്വം, ആളുടെ എങ്ങനെയുള്ള സ്വഭാവം അല്ലെങ്കിൽ എന്ത് പെരുമാറ്റം എടുത്താലും അതിലൊക്കെ മൊത്തത്തിൽ എന്തുണ്ടാവും, ആധിപത്യം പുലർത്തുന്ന സവിശേഷകം അല്ലെങ്കിൽ സവിശേഷത ഏതാണ് ആൽപോർട്ടിന്റെ ഈ ഒരു ആശയവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? മധ്യമ സവിശേഷകാണോ, മുഖ്യ സവിശേഷകാണോ, അതുപോലെ തൃതീയ സവിശേഷകാണോ, ദ്വിതീയ സവിശേഷകാണോ? അപ്പോ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് എന്ത്, ആ ഒരു വ്യക്തിയുടെ മുഴുവൻ വ്യക്തിത്വത്തിലും ആധിപത്യം പുലർത്തുന്ന, എല്ലാ വ്യക്തിത്വത്തിലും കോമൺ ആയിട്ട് ആളുടെ എന്ത് പെരുമാറ്റ രീതി എടുത്താലും എന്ത് എടുത്താലും കാണാൻ പറ്റുന്ന ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, മുഖ്യ സവിശേഷകമാണ്. മുഖ്യ സവിശേഷകം. അപ്പോൾ എല്ലാത്തിലും ആധിപത്യം പുലർത്തുന്ന സവിശേഷകം ഏതാ എന്ന് ചോദിച്ചാൽ മുഖ്യ സവിശേഷകമാണ് എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്തൊരു ചോദ്യം: പൊതുപ്രസംഗത്തിനിടെ മാത്രം ജോജുവിന് എന്ത് ചെയ്യുന്നു, നാണം വരുന്നു. അതുപോലെ സോജുവിന് സ്പോർട്സിൽ മാത്രം ആക്രമണകാരിയാകുന്നു. ആൽപോർട്ടിന്റെ സവിശേഷക സിദ്ധാന്ത പ്രകാരം ഇവ രണ്ടും ഏതിനുള്ള ഉദാഹരണമാണ്? മുഖ്യ സവിശേഷകമാണോ, ഉപരിതല സവിശേഷകമാണോ, മധ്യമ സവിശേഷകമാണോ, ദ്വിതീയ സവിശേഷകമാണോ? ഇതിൽ ഏതാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരാന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ നമുക്കിത് കേട്ടാൽ തന്നെ അറിയാം, ഇത് വല്ലപ്പോഴും ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു സന്ദർഭത്തിൽ മാത്രം. ഇപ്പൊ ജോജുവിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പൊതുവായിട്ട് പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ മാത്രമാണ് ആ ഒരു നാണം വരാറുള്ളത്. അല്ലാത്ത സമയത്തൊന്നും എന്തില്ല, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ നമ്മുടെ അടുത്ത ആളെ സംബന്ധിച്ച് നോക്കാന്നുണ്ടെങ്കിൽ, സോജുവിനെ സംബന്ധിച്ച് നോക്കാന്നുണ്ടെങ്കിൽ സ്പോർട്സ് കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പോർട്സ് കളിക്കുമ്പോൾ അക്രമാസക്തരാകാന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതലുള്ള ആൾക്കാർ തല്ലുന്നുണ്ടാവും, വെടക്കാൽ വെച്ച് വീഴ്ത്തുന്നുണ്ടാവും, എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ആ ഒരു കണ്ടീഷനിൽ മാത്രമേ അവരങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ അവിടെ വരുന്നത് എന്ന് പറയുന്നത് ദ്വിതീയ സവിശേഷകമാണ്. ദ്വിതീയ സവിശേഷകമാണ്. അപ്പൊ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ മാത്രമാണ് ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ അത് കാണാൻ പറ്റുന്നത് എങ്കിൽ അതെന്താണ്, ദ്വിതീയ സവിശേഷകമാണ്. ഇപ്പൊ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സാമിൽ വന്നിട്ടുള്ള, ഇപ്പോൾ അവസാനത്തെ 2 എക്സാമിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പറ്റിയിട്ട് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സവിശേഷക സമീപനം മുന്നോട്ട് വെച്ച ആൾക്കാരാണ് GW ആൽപോർട്ട്, റൈമണ്ട് കാറ്റിൽ, ഐസങ്ക്. അപ്പൊ സവിശേഷക സമീപനത്തിന് കുറച്ചും കൂടി വാലിഡ് ആയിട്ടുള്ള ആ ഒരു സംഭവം, ഒരു കൃത്യമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളതും നമ്മുടെ ആൽപോർട്ടാണ്. അപ്പൊ സവിശേഷക മനഃശാസ്ത്രജ്ഞൻ. അപ്പോൾ നമ്മുടെ ആൽപോർട്ട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ആ ഒരു സവിശേഷകങ്ങളെ ബേസ് ആയിട്ടാണ് ആ ഒരു വ്യക്തിത്വം നിർണ്ണയിക്കുക എന്നാണ് നമ്മുടെ ആൽപോർട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ സവിശേഷക മനഃശാസ്ത്രജ്ഞൻ
എന്നറിയപ്പെടുന്നത് നമ്മുടെ GW ആൽപോർട്ട് ആണ്. സവിശേഷക സമീപനത്തിന്റെ വക്താവ് GW ആൽപോർട്ട്. അതുപോലെ തന്നെ സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നതും നമ്മുടെ ആൽപോർട്ട് ആണ്. അപ്പോൾ വ്യക്തിത്വത്തിന് സമഗ്രമായിട്ടുള്ള ഒരു നിർവചനം കൂടി നമ്മുടെ ആൽപോർട്ട് പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു നിർവചനം പറയുന്നുണ്ട്. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായിട്ടുള്ള ആന്തരിക സംഘടനയാണ് എന്ന് പറയുന്നത് നമ്മുടെ GW ആൽപോർട്ട് ആണ്. അപ്പോൾ വ്യക്തിത്വത്തിന് കൃത്യമായിട്ടുള്ള ഒരു നിർവചനം കൂടി നമ്മുടെ ആൽപോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായിട്ടുള്ള ആന്തരിക സംഘടനയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ GW ആൽപോർട്ട് ആണ്. അതുപോലെ തന്നെ ആൽപോർട്ട് എന്താണ് സവിശേഷകം എന്ന് പറയുന്നുണ്ട്. സവിശേഷകം എന്ന് പറയുന്നത് പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും താരതമ്യേന സ്ഥിരവുമായിട്ടുള്ള പ്രതികരണത്തിന് കാരണമായ ആന്തരിക സവിശേഷക ഗുണമാണ് സവിശേഷകം അല്ലെങ്കിൽ ട്രൈറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി വ്യക്തിത്വ സമീപനങ്ങളുണ്ട്. അതിലൊരെണ്ണാണ് എന്ത് സവിശേഷക സമീപനം എന്ന് പറയുന്നത്. സവിശേഷക സമീപനം, മാനവികതാ സമീപനം, മനോവിശ്ലേഷണ സമീപനം, അങ്ങനെ 3 എണ്ണം നമ്മൾ പ്രധാനമായിട്ടും, പിന്നെ ഇനി സമീപനം, അങ്ങനെ 4 എണ്ണം നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതില് നമ്മുടെ ഈ സവിശേഷക സമീപനം എന്ന് പറയുന്നത് നമ്മുടെ ആൽപോർട്ട് ആണ് അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. കാറ്റലുണ്ട്, എന്നിരുന്നാൽ കൂടിയും ആൽപോർട്ടാണ് കുറച്ചും കൂടി വൃത്തിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് ആൽപോർട്ടാണ്. ഇത്ര മാത്രം ആലോചിക്കുക. അപ്പോൾ ട്രൈറ്റ് അല്ലെങ്കിൽ സവിശേഷകം എന്ന് പറയുന്നത് നമ്മൾ എന്തൊരു സാഹചര്യം ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുമ്പോൾ നമ്മുടെ വ്യവഹാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ ആ ഒരു പ്രവൃത്തിയിൽ കോമൺ ആയിട്ട് വരുന്ന പ്രത്യേകതകൾ, ആ ഒരു സവിശേഷക ഗുണത്തിനെയൊക്കെയാണ് എന്ത് പറയുന്നത് സവിശേഷകം അല്ലെങ്കിൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോ ആൽപോർട്ട് ഈ ഒരു ട്രൈറ്റിന്റെ ബേസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് വ്യക്തിത്വത്തെ നിർവചിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സവിശേഷതകൾ അല്ലെങ്കിൽ സവിശേഷകങ്ങളുടെ ബേസിലാണ് ഒരാളുടെ പേഴ്സണാലിറ്റിയെ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വ്യക്തിത്വ സവിശേഷതകൾ ആൽപോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട് 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെന്ന് പറയുന്നത് മുഖ്യ സവിശേഷകമാണ്, രണ്ടാമത്തത് മധ്യമ സവിശേഷകം, അതുപോലെ മൂന്നാമത്തത് ദ്വിതീയ സവിശേഷകം. മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, അതുപോലെ ദ്വിതീയ സവിശേഷകം. അങ്ങനെ 3 സവിശേഷകങ്ങളാണ് നമ്മുടെ ഈ ഒരു ആൽപോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് മുഖ്യ സവിശേഷകം എന്ന് നമുക്ക് നോക്കാം. മുഖ്യ സവിശേഷകം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ എല്ലാ വ്യവഹാരങ്ങളിലും മേൽക്കൈ നേടുന്നതാണ് എന്ത് മുഖ്യ സവിശേഷകം എന്ന് പറയുന്നത്. അയാൾ എന്ത് പ്രവർത്തിച്ചാലും അയാളുടെ ആ എല്ലാ പ്രവൃത്തിയിലും ഒരേപോലെ. ഇപ്പൊ നമ്മുടെ മഹാത്മാഗാന്ധിയെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് എന്താണ്? അഹിംസയിൽ ആസ്പദമായിട്ടാണ്, അല്ലെങ്കിൽ അതിനെ മുറുക്കെ പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്ത് പ്രവൃത്തിയാണെങ്കിലും എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു അഹിംസ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മൈൻഡിലോട്ട് കയറി വരുന്നത് ഗാന്ധിജിയാണ്. ആ ഗാന്ധിജിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലായിക്കോട്ടെ, ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഒരു ഗാന്ധിജിയുടെ ഈ ഒരു അഹിംസ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന്റെ ഏതൊരു വ്യക്തിത്വം എടുത്താലും അല്ലെങ്കിൽ ഏതൊരു വ്യവഹാരം അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തി എടുത്താലും നമുക്ക് മുൻകൈ നേടുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു സവിശേഷകമാണ് എന്ത് മുഖ്യ സവിശേഷകം എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് ഉദാഹരണങ്ങൾ തന്ന് ഇത് ഏത് സവിശേഷകമാണ്, ഇന്നൊരു കോൺസെപ്റ്റ് തന്ന്. ഇപ്പൊ നമ്മൾ നേരത്തെ 2 ചോദ്യങ്ങൾ കണ്ടുല്ലേ, ജോജു സ്പോർട്സിൽ എന്ത് ചെയ്യുന്ന അക്രമകാരിയായിട്ട് മാറുന്നു. അപ്പോ അങ്ങനെ 2 ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ആ ഒരു ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഉദാഹരണം തന്നിട്ട് ഏതാണ് സവിശേഷകം ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദയ, അക്രമരാഹിത്യം, അഹിംസ, സ്വച്ഛാധിപത്യം, അതുപോലെ തന്നെ ഫലിതബോധം. ഹിറ്റ്ലറിനെ പറയാന്നുണ്ടെങ്കിൽ സ്വച്ഛാധിപത്യം പറയാം അല്ലെ. ഹിറ്റ്ലറിന്റെ കാര്യത്തിൽ വരുമ്പോൾ സ്വച്ഛാധിപത്യം. അപ്പൊ അതൊക്കെ എന്താണ് നമ്മുടെ മുഖ്യ സവിശേഷകത്തിന്റെ എക്സാമ്പിൾ ആണ്. ഇങ്ങനെ ഈ ഒരു ഇത് തന്നിട്ട് ഇത് ഏത് സവിശേഷകത്തിന്റെ എക്സാമ്പിൾ ആണ് എന്നുള്ള ചോദ്യവും വന്നിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സവിശേഷകമാണ് എന്ത് മുഖ്യ സവിശേഷകം എന്ന് പറയുന്നത്. രണ്ടാമത്തത് മധ്യമ സവിശേഷകമാണ്. മധ്യമ സവിശേഷകം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ ഉണ്ടെങ്കിലും
മുഖ്യ സവിശേഷകത്തിന്റെ അത്ര പ്രാധാന്യം വരാത്തത്. അപ്പൊ എല്ലാ ഒരു വ്യവഹാരത്തെ ഒരു വ്യക്തിയെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏത് പ്രവൃത്തി ആയിക്കോട്ടെ, എന്ത് വ്യവഹാരമായിക്കോട്ടെ, എല്ലാത്തിലും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്? മുഖ്യ സവിശേഷകമാണ്. എന്നിരുന്നാലും മുഖ്യ സവിശേഷകത്തിന്റെ അത്ര പ്രാധാന്യം എന്തുണ്ടാവില്ല? മധ്യമ സവിശേഷകത്തിന് ഉണ്ടാവില്ലെങ്കിലും ഒരുവിധം എല്ലാ പ്രവർത്തികളിലും കാണാൻ പറ്റുന്ന ഒരു സവിശേഷകമാണ് എന്ത്? മധ്യമ സവിശേഷകം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ എല്ലാ പ്രവർത്തനത്തിൽ കാണുകയും എടുത്തു പറയാൻ കഴിയുന്നതുമായിട്ടുള്ള സവിശേഷകമാണ് എന്ത്? മധ്യമ സവിശേഷകം എന്ന് പറയുന്നത്. സ്വാർത്ഥത, വിധേയത്വം, മത്സരബുദ്ധി, വിശ്വസ്തത. ഇപ്പൊ മത്സരബുദ്ധി എന്ന് പറഞ്ഞാല് ചില സാഹചര്യങ്ങൾ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യമായിക്കോട്ടെ, എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്താണെങ്കിലും അപ്പോഴൊക്കെ എന്താണ് ഒരു മത്സരബുദ്ധിയോട് കൂടി എല്ലാ കാര്യങ്ങളും എടുക്കുന്നു. നമുക്ക് ചിലരെ ഭയങ്കര ട്രസ്റ്റ് ആയിരിക്കില്ലേ, നമ്മൾ എന്ത് പറഞ്ഞാലും അവർ പുറത്തോട്ട് പറയില്ല, അല്ലെങ്കിൽ മറ്റൊരാള് അറിയില്ല, അവരത്ര സേഫായിട്ട് നോക്കിക്കോളും എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. സേഫായിട്ട് അവരുടെ മൈൻഡിൽ വെച്ചോളും. അതെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ എല്ലാ വ്യവഹാരത്തിലും ഉണ്ട്. മുഖ്യ സവിശേഷകത്തിന്റെ അത്ര ഇത് വരുന്നില്ലെങ്കിലും എന്താണ്? മധ്യമ സവിശേഷകത്തിനും ഇമ്പോർട്ടന്റ് ഉണ്ട്. ആ ഒരു വ്യക്തിയുടെ എല്ലാ വ്യവഹാരത്തിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമ്പിളും കൂടി പഠിക്കണം. എക്സാമ്പിളും ചോദിക്കാറുണ്ട്. സ്വാർത്ഥത, വിധേയത്വം, വിശ്വസ്തത, അതുപോലെ മത്സരബുദ്ധി. അപ്പൊ ഒന്നുകൂടി നോക്കാം. സ്വാർത്ഥത, വിധേയത്വം, വിശ്വസ്തത, മത്സരബുദ്ധി. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ്വിതീയ സവിശേഷകമാണ്. ദ്വിതീയ സവിശേഷകം എന്ന് പറയുന്നത് ഒരാളിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം കാണുന്ന സവിശേഷതയാണ് ദ്വിതീയ സവിശേഷകം. നമ്മൾ നേരത്തെ പറഞ്ഞു, ജോജു സ്പോർട്സിന്റെ സമയത്ത് അക്രമകാരിയായിട്ട് മാറുന്നു. ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭത്ത് മാത്രം ഉണ്ടാകുന്ന ആ ഒരു സവിശേഷകമാണ് എന്ത്? ദ്വിതീയ സവിശേഷകം എന്ന് പറയുന്നത്. മധ്യമം മുഖ്യ സവിശേഷകം മുഖ്യമായത് ഒരാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു വ്യവഹാരം എന്തെടുത്താലും പ്രധാനമായിട്ടും കാണുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? നമ്മൾ ഈ ഒരു മുഖ്യ സവിശേഷകം. മധ്യമ സവിശേഷകം എല്ലാ വ്യവഹാരങ്ങളിൽ കാണുന്നുണ്ടെങ്കിലും മുഖ്യത്തിന്റെ അത്ര ഇമ്പോർട്ടൻസ് വരാത്ത ഒന്നാണ്. അതുപോലെ തന്നെ ദ്വിതീയ സവിശേഷകം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം കാണുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബിഹേവിയറിൽ കാണുന്ന സവിശേഷകത്തിനെയാണ് നമ്മുടെ ദ്വിതീയ സവിശേഷകം എന്ന് പറയുന്നത്. സവിശേഷ സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്നതും പ്രവർത്തന മേഖലകളിൽ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായിട്ടുള്ള സവിശേഷതയാണ് ദ്വിതീയ സവിശേഷകം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പരിപക്വനം എന്ന് പറയുന്ന അല്ലെങ്കിൽ മെച്യൂർഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ GW ആൽപോർട്ട് ആണ്. അപ്പൊ GW ആൽപോർട്ട് പക്വ വ്യക്തിത്വം അല്ലെങ്കിൽ പരിപക്വ വ്യക്തിത്വം എന്ന് പറയുന്നത് ആരുടെ ആശയാണ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. നമ്മുടെ GW ആൽപോർട്ടിന്റെയാണ് ഈ ഒരു പക്വ വ്യക്തിത്വം എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത്. അപ്പോ പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാനായിട്ട് ആൽപോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 6 മാനദണ്ഡങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ 6 മാനദണ്ഡങ്ങളുള്ള ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിക്ക് പക്വ വ്യക്തിത്വം ഉണ്ട് എന്ന് പറയാൻ പറ്റും. പക്വ വ്യക്തിത്വത്തിന്റെ ഉപജ്ഞാതാവ് ആര്? പക്വ വ്യക്തിത്വത്തിന്റെ മാനദണ്ഡങ്ങളിൽ പെടുന്നത് ഏതൊക്കെ? ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വിപുലീകൃത അഹം, ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങള്, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മ ജീവിത ദർശനം. അപ്പോ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. പക്വ വ്യക്തിത്വത്തിന്റെ 6 മാനദണ്ഡങ്ങൾ ആയിട്ട് GW ആൽപോർട്ട് പറഞ്ഞത് വിപുലീകൃത അഹം, ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മ ജീവിത ദർശനം, അങ്ങനെയുള്ള 6 എണ്ണത്തിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പോൾ GW ആൽപോർട്ടിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ദ പേഴ്സൺ ഇൻ സൈക്കോളജി, അതുപോലെ ഡോക്യുമെന്റ്സ് ഇൻ സൈക്കോളജിക്കൽ സയൻസ്, നേച്ചർ ഓഫ് പ്രെജുഡീസ്. ഇത് LP-UPയുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നേച്ചർ ഓഫ് പ്രെജുഡീസ് എന്ന് പറയുന്നത് ആരുടെ ഗ്രന്ഥമാണ്? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള LP-UPയുടെ എക്സാമിനും. അതുപോലെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് മെഷർമെന്റ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന കേട്ടറ്റ് ആണെങ്കിലും, ഇപ്പൊ നിങ്ങൾ കേട്ടറ്റ് സർവീസിലുള്ള ആൾക്കാർ എഴുതുന്നുണ്ട്. ഇപ്പൊ നമുക്ക് സുപ്രീം കോടതിയുടെ വിധിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവരും മൊത്തത്തിൽ എന്താണ് ആശങ്കയിലാണ്. എന്നിരുന്നാൽ കൂടിയും അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്താ ആവശ്യമില്ല? കേട്ടറ്റ് മാത്രം മതിയായിരിക്കും. കേട്ടറ്റ് മാത്രമാണ് ഒരു വിഷയമായിട്ട് നിൽക്കുന്നത്. അതല്ല, കേട്ടറ്റ് കിട്ടിയിട്ട് ഇനി ജോലിക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇനി PSC എക്സാം എഴുതുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുന്ന ഒരു നോട്ടും കൂടിയാണ് ഈ പറയുന്ന പല കാര്യങ്ങളും PSCക്ക് ചോദിക്കാറുള്ള. PSCയും കേട്ടറ്റൊക്കെ ഒരുപോലെ ചോദ്യങ്ങൾ വരാറുള്ള ഏരിയാസ് ആണ്. ഇപ്പോൾ സൈക്കോളജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സിലബസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര ടോപ്പിക്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുള്ളൂ? ചോദ്യങ്ങൾ വരുള്ളൂ. അതിൻ്റെ
അപ്പുറത്തോട്ട് ഒരു ചോദ്യം നമുക്ക് വരുമില്ല. അപ്പോൾ കൃത്യമായിട്ട് ആ സിലബസും കാര്യങ്ങളും ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്തില്ല, ആ ഒരു പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യില്ല. ഇപ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആ പഠിച്ച് കൃത്യമായിട്ട് ആ ടേംസ് അറിയും എന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ആ ടേംസ് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസേഴ്സ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഉള്ള സമയം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഇനി പിയാഷയുമായി ബന്ധമല്ലാത്ത പദം ഏത്? സ്കഫോൾഡിങ്, സ്കീമ, സ്വാംശീകരണം, സംയോജനം. നമ്മൾ നേരത്തെ പറഞ്ഞു സ്കഫോൾഡിങ് വൈഗോട്സ്കിയുടെ ആശയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഈ പിയാഷയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പിയാഷയുടെ ആശയങ്ങൾ. പിയാഷ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അത്ര എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് പിയാഷെ. ചോദ്യങ്ങൾ വരാറുണ്ട്, റിപ്പീറ്റഡ് അത്രയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. പിയാഷയുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് യാങ് പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ ഏതിലാണ് സ്വയം കേന്ദ്രീകൃത ചിന്ത എന്ന് പറയുന്ന ഒരവസ്ഥ കുട്ടികളിൽ രൂഢമൂലമായി കാണുന്നത്, രൂഢമൂലമായിരിക്കുന്നത്? ഇത് നമ്മൾ ആ കുട്ടിയുടെ ഒരു സ്വഭാവ സവിശേഷതയായിട്ട് സ്വയം കേന്ദ്രീകൃത ചിന്ത അല്ലെങ്കിൽ ഈഗോ സെൻട്രിസം എന്ന് പറയുന്ന പ്രത്യേകത ഏത് സ്റ്റേജിലാണ് വരുന്നത്? ഇന്ദ്രിയജാല ഘട്ടമാണോ, പ്രാഗ് മനോവ്യാപാര ഘട്ടമാണോ, മൂർത്ത മനോവ്യാപാര ഘട്ടമാണോ, ഔപചാരിക മനോവ്യാപാര ഘട്ടമാണോ? ഓപ്ഷൻ ബി ആയിട്ടുള്ള പ്രാഗ് മനോവ്യാപാര ഘട്ടമാണ് ആൻസർ ആയിട്ട് വരുന്നത്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അതുപോലെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇംഗ്ലീഷ് വേർഡ്സും അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് വേർഡ്സിന്റെ ബേസിലും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോ അടുത്തത് ജീൻ പിയാഷെ. പിയാഷെനെ പറ്റിയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോ പിയാഷെ എന്ന് പറയുന്നത് ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് നമ്മുടെ പിയാഷയുടെ പേരിലാണ്. കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് നമ്മുടെ പിയാഷെയാണ്, ജീൻ പിയാഷെയാണ്. പിയാഷയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം ദ തിയറി ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പോ കോഗ്നിറ്റീവിസം അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നീ പേരുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പിയാഷയുടെ വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത് അറിയപ്പെടുന്നുണ്ട്. പിയാഷയുടെ ആശയങ്ങൾ അറിയപ്പെടുന്ന പേര് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. അതുപോലെ പിയാഷ കുട്ടികളെ വിളിച്ചിരുന്നത് എന്താണ്? ലിറ്റിൽ സയന്റിസ്റ്റ് എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത് നമ്മുടെ പിയാഷയാണ്. പിയാഷയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് നോക്കാം. പിയാഷയുടെ ആശയങ്ങൾ തന്നിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇത് ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ പിയാഷയുടെ ആശയം ഏതാണ്, സ്കീമ ഇതാരുടെ കോൺസെപ്റ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറയണേക്കാളും മുമ്പ് ഒരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ചെറിയൊരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കഥ പറയാം. നമ്മുടെ ഒരു കുട്ടിയും അച്ഛനും കൂടി ഇങ്ങനെ നടന്നു പോവാണ്. കുട്ടി അച്ഛനെ നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ എന്ത് ചെയ്യാണ്, ഒരു JCB അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മണ്ണുമാന്തി യന്ത്രം എന്ന് പറയുന്ന ഒരു വാഹനം നമ്മൾ കുട്ടിയും അച്ഛനും കാണാനായിട്ട് ഇടയായി. അപ്പൊ കുട്ടിയുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു ഇത് വന്നു, ഇതിപ്പോ ഏതാ വണ്ടി? കുട്ടിയാണെങ്കിൽ ആ ഒരു വണ്ടി JCB, നമ്മൾ പറയുന്ന ഈ JCB എന്ന് പറയുന്ന വാഹനം കുട്ടിയുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒരു സംഭവമാണ്. എന്ത്? JCB എന്ന് പറയുന്നത് ഇതുവരെ കാണാത്ത ഒരു ഇത്. അപ്പോൾ ഈ JCB കാണുന്ന ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ഇതേതാണോ വാഹനം എന്നുള്ള ഒരു ചോദ്യം കുട്ടിയുടെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വന്നു കിടക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വന്നെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എന്താണാവോ. അപ്പോൾ കുട്ടിക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ JCB കണ്ടിട്ടുണ്ടാവും, ഫ്രണ്ടില് മണ്ണ് കോരാനുള്ള ഒരു സാധനമുണ്ട്, ബാക്കിൽ മണ്ണ് കോരാനുള്ള ഒരു സാധനമുണ്ട്. കുട്ടി അതുപോലെ കണ്ടിട്ടുള്ളത് നമ്മുടെ ആനേനാണ്. ആനയ്ക്ക് എന്തുണ്ട്? ഒരു തുമ്പിക്കൈ ഉണ്ട്, ഒരു വാലുണ്ട്. കുട്ടിയുടെ മൈൻഡിൽ ഇത് എന്താണാവോ എന്നുള്ളൊരു സംശയം ഇങ്ങനെ ഉടലെടുത്ത് ഭയങ്കര രൂക്ഷമായിട്ട് അല്ലെങ്കിൽ ഗാഢമായിട്ട് നിൽക്കുന്ന ആ ടൈമിൽ കുട്ടി മനസ്സിലാക്കാണ് ആനയ്ക്ക് ബാക്കിൽ തുമ്പിക്കൈയും വാലുള്ളത് പോലെയാണ് എന്ത് ഈ ഒരു വണ്ടിയും. അപ്പൊ ഈ കുട്ടി അതിന് പേരിടാണ് എന്ത്? ആനവണ്ടി. അപ്പൊ ഇത് ആനവണ്ടി ആവൂലേ, ആനയെ പോലത്തെ വണ്ടി ആയതുകൊണ്ട് ഇത് ആനവണ്ടി ആവൂലേ. അപ്പൊ കുട്ടി എന്താണ് അച്ഛനോട് പറയണ, അച്ഛാ അതേന ആനവണ്ടി. അപ്പൊ അച്ഛൻ നോക്കുന്ന സമയത്ത് എന്തല്ല, ആനവണ്ടി അല്ല, എന്ത് അത് JCB ആണ്. അപ്പൊ അച്ഛൻ തിരുത്തി കൊടുക്കാണ്, മോനെ ഇതെന്താണ്? JCB ആണ്, അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രമാണ്, അല്ലാണ്ട് ആനവണ്ടി അല്ല. അപ്പൊ കുട്ടി തിരിച്ചത് കേൾക്കുന്ന സമയത്ത് കുട്ടിയുടെ മൈൻഡിലോട്ട് ഈ വണ്ടിയുടെ പേരാണ് JCB അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രം
എന്നുള്ളത് കുട്ടി എന്ത് ചെയ്യുന്നു, റിയലൈസ് ചെയ്യുന്നു. ഇപ്പൊ ഈ ഒരു കഥ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു കാര്യങ്ങളൊന്ന് പഠിച്ചെടുക്കാം വളരെ സിമ്പിൾ ആയിട്ട്. സ്കീമ എന്ന് പറയുന്നത് അറിവിന്റെ ചെറിയ ഘടകം അല്ലെങ്കിൽ ചെറിയൊരു അംശത്തെ പറയുന്നതാണ് എന്ത്, സ്കീമ എന്ന് പറയുന്നത്. അറിവിന്റെ ചെറിയ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി നടത്തുന്നത് ഇത് ഈ ആനയെ പോലെ ഉണ്ട് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അപ്പൊ ആ എന്ന് പറയുന്ന ഒരു അക്ഷരം എടുത്താലും ഞാ എന്ന് പറയുന്ന ഒരു അക്ഷരം എടുത്താലും എന്താണ്, ആ കുട്ടിയെ സംബന്ധിച്ച അറിവാണ്. അറിവിന്റെ ചെറിയ ഘടകമാണ് അല്ലെങ്കിൽ ചെറിയൊരു ഭാഗത്തെയാണ്, വൈജ്ഞാനിക ഘടകമാണ് എന്ത്, സ്കീമ എന്നറിയപ്പെടുന്നത്. എല്ലാ വ്യക്തികളും തങ്ങളുടെ ചുറ്റുപാടിനോട് ഇണങ്ങിച്ചേരുവാൻ വേണ്ടി പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട് സ്കീമുകൾ നിർമ്മിക്കുന്ന ആ ഒരു പ്രക്രിയയെ പറയുന്നതാണ് എന്ത്, അനുരൂപീകരണം എന്ന് പറയുന്നത്. അനുരൂപീകരണം എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് പിയാഷയുടേതാണ്. അനുരൂപീകരണം പിയാഷയുടേതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ആ ഒരു സ്കീമുകൾ തയ്യാറാക്കിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് എന്ത്, അനുരൂപീകരണം എന്ന് പറയുന്നത്. അവിടെ ആ കുട്ടി ആ വണ്ടിക്ക് പേരിട്ടു, ഇത് ആനവണ്ടിയാണ് എന്ന് പേരിടുന്നത് അവിടെ എന്താണ്, അനുരൂപീകരണം. അവിടെ പൂരിപ്പിച്ചെടുക്കാണ് എന്തില്ലേ, അത് ഏതാണ് വണ്ടി, അത് ആനവണ്ടിയാണ്. അപ്പോ അത്തരത്തിലാണ് എന്ത് പറയുന്നത്, സ്കീമുകൾ നിർമ്മിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സ്. ഇതിലൊരു പ്രശ്ന പരിഹരണം അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഇതിനെ പറയുന്നതാണ് എന്ത്, അനുരൂപീകരണം എന്ന് പറയുന്നത്. അടുത്തത് സ്വാംശീകരണവും സംസ്ഥാപനം എന്ന് പറയുന്നത്. അനുരൂപീകരണത്തിനുള്ള 2 മാർഗങ്ങളാണ്. അപ്പൊ അനുരൂപീകരണം നടക്കണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ സ്വാംശീകരിക്കണം അല്ലെങ്കിൽ സംസ്ഥാപനം ചെയ്യണം. അപ്പൊ എന്താണ് സ്വാംശീകരണം, എന്താണ് സംസ്ഥാപനം എന്ന് നമുക്ക് നോക്കാം. സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ ചോദ്യം വന്നിട്ടുണ്ട്. അസിമിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് ത്രൂ ചോദിച്ചിട്ടുണ്ട്. അതല്ല സ്വാംശീകരണം എന്നുമായിട്ടും കൊടുത്തിട്ടുണ്ട്. സ്വാംശീകരണം എന്ന് പറയുന്നത് നിലവിലെ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ അനുഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കഥയിൽ ആ ഒരു കുട്ടി ചെയ്തത് എന്താണ്, കുട്ടിക്ക് അറിയാവുന്ന ആന എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആനവണ്ടി എന്ന് പറയുന്ന ആ ഒരു ആശയത്തിലോട്ട് എത്തിച്ചേരാണ് ചെയ്തത്. ആന എന്നുള്ളത് ആനവണ്ടിയായിട്ട് മാറി. ഈ ആനവണ്ടിയായിട്ട് മാറുന്ന സമയത്ത് എന്തുണ്ടായിട്ടുള്ളത്, ആനവണ്ടിയായി. ആനവണ്ടി ആകുന്ന സമയത്ത് അപ്പൊ കുട്ടിയുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നിലവിലുള്ള അറിവ് ആന എന്ന് പറയുന്ന ആ ഒരു അറിവ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു സന്ദർഭത്തിൽ അവിടെ എന്താണ് അവിടെ നടക്കുന്ന അനുപൂരണമാണ് അനുരൂപീകരണമാണ് എന്ത് ചെയ്യുന്നത് അവിടെ നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അനുരൂപീകരണം എന്ന് പറഞ്ഞു. അപ്പൊ അനുരൂപീകരണം നടക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം, സംസ്ഥാപനമോ അല്ലെങ്കിൽ സ്വാംശീകരണമോ നടക്കണം. അപ്പൊ കുട്ടിയുടെ മൈൻഡിൽ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യാണ്, അത് സ്വാംശീകരണത്തിലൂടെ ആനയാണ്, ആന പോലത്തെ വണ്ടി, ആനവണ്ടി എന്ന് എന്ത് ചെയ്യുന്നു, അത് മനസ്സിലാക്കുന്നു. അത് സ്വാംശീകരണം. സംസ്ഥാപനം അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത് വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയൊരു സ്കീമുകൾ കൂട്ടിച്ചേർത്തോ അല്ലെങ്കിൽ നിലവിലുള്ള സ്കീമുകൾ പരിവർത്തനം നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് എന്ത്, സംസ്ഥാപനം. പുതിയ സ്കീം കൂട്ടിച്ചേർക്കുക. കുട്ടി ആദ്യം ചെയ്തത് എന്താണ്, ആനയെ പോലെയുള്ള വണ്ടി, ആനവണ്ടി എന്ന് പറയുന്ന പുതിയൊരു ആശയം കൂട്ടിച്ചേർത്തു. പിന്നെ എന്താണ് ഉണ്ടാകുന്നത്, പിന്നെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്ത്, ഇത് ആനവണ്ടിയല്ല, ഇത് മണ്ണുമാന്തി യന്ത്രമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, മണ്ണുമാന്തി യന്ത്രമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടാകുന്നത്, മണ്ണ് മാന്തുന്ന യന്ത്രം. ഓക്കെ. അപ്പോ പുതിയൊരു അറിവ് എന്ത് ചെയ്യാണ്, വൈജ്ഞാനിക ഘടനയിലോട്ട് പുതിയൊരു അറിവ് കൂട്ടിച്ചേർത്തു. അപ്പോ പുതിയൊരു അറിവ് എന്ന് പറയുന്നത് മണ്ണുമാന്തി യന്ത്രം എന്ന് പറയുന്ന ഒരു അറിവ് കൂട്ടിച്ചേർക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഈ ഒരു സംസ്ഥാപനം എന്ന് പറയുന്നത്. അപ്പൊ പുതിയ സ്കീം കൂട്ടിച്ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിലവിലുള്ളത് പരിവർത്തനം ചെയ്യുക. പരിവർത്തനം ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു ആനവണ്ടി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് മാറിയിട്ട് അവിടെ എന്തായിട്ട് മാറാണ്, മണ്ണുമാന്തി യന്ത്രം. ആനവണ്ടി എന്ന് പറയാനുള്ള കുട്ടിയുടെ അറിവിനെ മാറ്റിയിട്ട് അവിടെ മണ്ണുമാന്തി യന്ത്രത്തെ കൊണ്ടുപോയി വെച്ചു. അപ്പൊ അത് ആ വെഹിക്കിൾ എന്ന് പറയുന്നത് മണ്ണുമാന്തി യന്ത്രമാണ്. അപ്പൊ എന്താണ് സ്വാംശീകരണം ചോദ്യം വന്നിട്ടുണ്ട്. എന്താണ് സംസ്ഥാപനം ചോദ്യം വന്നിട്ടുണ്ട്. കോൺസെപ്റ്റ് തരുന്നു, അത് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ റെലവന്റ് ആയിട്ടുള്ള ആ ഒരു വേർഡ് ഏതാന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അത് സ്കീമ. ആലോചിക്കുക, സ്കീമ എന്ന് പറഞ്ഞാൽ അറിവിന്റെ ചെറിയ അംശമാണ്. അതുപോലെ തന്നെ അനുരൂപീകരണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പരിസ്ഥിതി സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു സാഹചര്യം ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം പൊരുത്തപ്പെടാനായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ. ഈ ഒരു പ്രക്രിയ 2 രീതിയിലാണ്. ഒന്നില്ലെങ്കിൽ സ്വാംശീകരണം വഴിയോ അല്ലെങ്കിൽ സംസ്ഥാപനം വഴിയോ. അതിൽ സ്വാംശീകരണം എന്ന് പറഞ്ഞാൽ നിലവിലെ അറിവ് ഉപയോഗിച്ച് ആ ഒരു സന്ദർഭത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സ്വാംശീകരണമാണ്. സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ സംസ്ഥാപനം സ്ഥാപിക്കുക, ഒരു നിലവിലെ അറിവുകൾ പുതിയൊരു അറിവ് ഒന്നിൽ കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ നിലവിലെ അറിവിൽ പരിവർത്തനം സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, സംസ്ഥാപനമാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. പിയാഷയുടെ അഭിപ്രായത്തിൽ സ്വാംശീകരണവും സംസ്ഥാപനവും
സന്തുലീകരണത്തിനുള്ള 2 മാർഗങ്ങളാണ്. എന്താണ് ഈ സന്തുലീകരണം എന്ന് പറയുന്നത്? അപ്പൊ ആ ഒരു കുട്ടിയുടെ മനസ്സിൽ ആ ഒരു വണ്ടി കാണുന്ന സമയത്ത് കുട്ടിയുടെ മൈൻഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ഇത് ഏതാണ് വണ്ടി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു? ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ കുട്ടി കണ്ടുപിടിക്കുന്നു. ആ ഒരു കുട്ടി ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് ഇത് ആനവണ്ടിയാണ് അല്ലെങ്കിൽ ഇത് മണ്ണുമാന്തി യന്ത്രമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് എത്തുന്ന സമയത്ത് കുട്ടി എന്തായി? സന്തുലീകരണമായി, നോർമലായി. ആ ഒരു പ്രോബ്ലം അവിടെ എന്ത് ചെയ്യുന്നു? സോൾവ് ആകുന്നു. അപ്പോൾ ആ സന്തുലീകരണത്തിന് മുമ്പുള്ളത് എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് എന്ത്? അസന്തുലീകരണം എന്ന് പറയുന്നത്. അസന്തുലീകരണത്തിൽ നിന്ന് സന്തുലീകരണത്തിലോട്ട് എത്തുന്നു. ഇതും ചോദിക്കാറുണ്ട്, സന്തുലീകരണം ആരുടെ കോൺസെപ്റ്റ് ആണ്, അസന്തുലീകരണം ആരുടെ കോൺസെപ്റ്റ് ആണ്? ഉടൻ പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ മനുഷ്യനിൽ വൈജ്ഞാനികമായിട്ടുള്ള സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡിസിക്വിലിബ്രിയം സൃഷ്ടിക്കുന്നു. അപ്പോൾ അവ തരണം ചെയ്യുന്നതിനായിട്ട് സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കൈവരിക്കാൻ വേണ്ടിയിട്ട് സ്വാംശീകരണവും സംസ്ഥാപനവും സഹായിക്കുന്നു. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് എത്തണമെങ്കിൽ ഒന്നിൽ സ്വാംശീകരണം അല്ലെങ്കിൽ സംസ്ഥാപനം വേണം. നമ്മുടെ പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളൊന്ന് നമുക്ക് നോക്കാം. വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ 4 പറയുന്നത്. ആദ്യത്തേത് സംവേദക ചാലഘട്ടം അല്ലെങ്കിൽ ഇന്ദ്രിയ ചാലഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. നമുക്ക് നോക്കാം അതിലെന്തൊക്കെ കാര്യങ്ങളാന്ന് പറയുന്നത്. ജനനം മുതൽ 2 വയസ്സ് വരെ എന്ത് വരുന്നത്? ഇന്ദ്രിയ ചാലഘട്ടം. ആ ഒരു പേര് പോലെ തന്നെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പോ ഇന്ദ്രിയാനുഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ കുറിച്ചുള്ള പ്രാഥമിക ധാരണ എന്തുണ്ടാക്കുന്നു? കുട്ടികൾ അറിവുണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഘട്ടം. ഈ ഘട്ടത്തിലെ കുട്ടിയുടെ പ്രത്യേകതയാണ് എന്ത്? വസ്തുസ്ഥൈര്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പെർമനൻസ്. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണ് വരുന്നത്? ചോദ്യം വന്നിട്ടുണ്ട്. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടത്തിൽ ഏതിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ് അല്ലെങ്കിൽ വസ്തുസ്ഥൈര്യം എന്ന് പറയുന്നത്? കൺമുന്നിൽ നിന്ന് മാറിയാലും ആ ഒരു വസ്തു അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു ധാരണ, കുട്ടിയുടെ ധാരണയാണ് എന്ത് പറയുന്നത്? വസ്തുസ്ഥൈര്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടി കിടന്നുറങ്ങി എണീക്കുന്ന സമയത്ത്, നമ്മൾ 2 വയസ്സ് വരെ എന്ന് പറഞ്ഞു, തൊട്ടിൽ നിന്ന് എണീക്കുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യുന്നു? കരയുന്നില്ല. കരയാണ്ട് എന്ത് ചെയ്യുന്നു? നേരെ അടുക്കളയിൽ പോയിട്ട് നോക്കുന്നു. കുട്ടിക്ക് അറിയാം കുട്ടിയുടെ അമ്മ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ട്? കിച്ചണിൽ ഉണ്ടായിരിക്കും. അപ്പൊ കൺമുന്നിൽ നിന്ന് മാറിയാലും അത് അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധം അല്ലെങ്കിൽ ആ ഒരു വെളിവ്, അവിടെ പോയി കഴിഞ്ഞാൽ അമ്മയെ കാണാനായിട്ട് പറ്റും. കരയാതെ എണീറ്റ് പോകുന്നു, അമ്മയുടെ അടുത്ത് പോകുന്നു. നമ്മൾ വീടുകളിൽ സ്ഥിരമായിട്ട് കാണുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പോൾ തൻ്റെ മുമ്പിൽ നിന്ന് ഒരു വസ്തു മാറ്റിയാലും ആ വസ്തു അവിടെ തന്നെ ഉണ്ട് എന്നുള്ള അറിവിനെയാണ് വസ്തുസ്ഥൈര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് പ്രാഗ്മനോ വ്യാപാര ഘട്ടമാണ്. അപ്പോൾ ഇതും എന്ത് ചെയ്യണം? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഇംഗ്ലീഷ് വേർഡും അറിഞ്ഞിരിക്കണം. 2 മുതൽ 7 വയസ്സ് വരെയാണ് ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ സവിശേഷത എന്ന് പറയുന്നത്. സ്വയം കേന്ദ്രീകൃത ചിന്ത, അതുപോലെ തന്നെ സ്വയം കേന്ദ്രീകൃത ചിന്ത അല്ലെങ്കിൽ അനിമിസം. ഇത് രണ്ടുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് എന്ന തരത്തിലുള്ള കുട്ടിയുടെ ആ ഒരു ചിന്തയാണ് സ്വയം കേന്ദ്രീകൃത ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എല്ലാം എന്നെ കേന്ദ്രീകരിച്ചാണ്. അതായത് ഞാൻ ഉണ്ടെങ്കിൽ ഇവിടെ സൂര്യൻ ഉദിക്കും എന്നുള്ള ആ ഒരു കുട്ടിയുടെ ആ ഒരു ധാരണയാണ് എന്ത് ഈ ഒരു ഇതിൽ വരുന്നത്. അടുത്തത് അനിമിസം എന്ന് പറയുന്നത് പാവകളോട്, ഇപ്പൊ ജീവനില്ലാത്തവയെ ജീവനുള്ളതായിട്ട് കാണും. പാവകളോട് സംസാരിക്കുക, തലയനോട് സംസാരിക്കുക, ഒരു ഇമാജിനറി അല്ലെങ്കിൽ ഒരു സാങ്കല്പിക ലോകത്ത് നിന്ന് വിഹരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്റെ അനിമിസം എന്ന് പറയുന്നത്. ഒരു കുട്ടി സാങ്കല്പികമായിട്ടുള്ള ചിന്തയിലൂടെ, ഒരു ഭാവാത്മകമായ ചിന്തയിലൂടെ കടന്നു പോകുന്നതിനെയാണ് അനിമിസം എന്ന് പറയുന്നത്. കുട്ടികൾ പാവയോട് സംസാരിക്കുന്നത്, തലനയോട് സംസാരിക്കുന്നത് എല്ലാം എന്താണ്? അനിമിസ്റ്റിക് ചിന്തനം അല്ലെങ്കിൽ അനിമിസമാണ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പൊ ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 7 മുതൽ 11 വയസ്സ് വരെയാണ്. ആദ്യത്തേത് 2 വയസ്സ് വരെ, 2 to 7. അതുപോലെ ഇത് മൂന്നാമത്തെ ഘട്ടം 7 to 11 വയസ്സ് വരെ. വയസ്സും അറിഞ്ഞിരിക്കണം, അതിന്റെ പ്രത്യേകതയും അറിഞ്ഞിരിക്കണം. കുട്ടികൾക്ക് മനോവ്യാപാരത്തിന് സാധിക്കുന്നു. മനോവ്യാപാരം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ക്രിയകൾ ചെയ്യുന്നതിന് ആണ് എന്ത് പറയുന്നത്? ഈ ഒരു മനോവ്യാപാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലെ പ്രത്യേകതകളാണ് എന്ത്? 1 സ്ഥിരത, കൺസർവേഷൻ, 2 ശ്രേണീകരണം, മൂന്നാമത്തെന്ന് പറയുന്നത് തരംതിരിക്കല്, നാലാമത്തെന്ന് പറയുന്നത് പ്രത്യാവർത്തന ചിന്തനം. അപ്പോൾ പ്രത്യാവർത്തന ചിന്തനം റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിരത എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺസർവേഷൻ എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. ഒന്ന് വ്യാപ്ത സ്ഥിരത, രണ്ടാമത്തെന്ന് പറയുന്നത് പിണ്ഡ സ്ഥിരത,
മൂന്നാമത്തെ പറയുന്നത് സംഖ്യാസ്ഥിരത, കൺസർവേഷൻ ഓഫ് വോളിയം, കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് നമ്പർ. അപ്പൊ ഇതെന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. കൺസർവേഷൻ ഓഫ് വോളിയം എന്താണ്, കൺസർവേഷൻ ഓഫ് മാസ് എന്താണ്, കൺസർവേഷൻ ഓഫ് നമ്പർ എന്താണ്. ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏതിലാണ് വരുന്നത് നമുക്ക് ചോദിക്കാറുണ്ട്. ഇപ്പൊ കൺസർവേഷൻ ഓഫ് വോളിയം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, 1 ലിറ്റർ കുപ്പിയിൽ എന്ത് ചെയ്യുന്നു, രണ്ട് കുപ്പി, ഓരോ ലിറ്ററിന്റെ 2 കുപ്പിയിൽ എന്ത് ചെയ്യുന്നു, വെള്ളം നോർമലി ഓരോ ലിറ്ററിന്റെ കുപ്പി കൊണ്ടുവന്നു. ആദ്യത്തെ വെള്ളം എടുത്തിട്ട് ആദ്യത്തെ 1 ലിറ്ററിന്റെ കുപ്പി എന്ന് പറയുന്നത് ഒരു വലിയൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു, പരന്നിട്ടുള്ളത്. രണ്ടാമത്തെ 1 ലിറ്ററിന്റെ കുപ്പി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ബൗള് പോലത്തെ പാത്രത്തിലോട്ട് ഒഴിച്ചു. അപ്പൊ ചോദിക്കാണ് ഏതിലാണ് വെള്ളം കൂടുതലായിട്ട് വരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാണ് ഈ പരന്ന പാത്രത്തിലാണ്. സംഭവം എന്താണ്, 1 ലിറ്റർ വെള്ളമാണ് ഈ പരന്ന പാത്രത്തിലാണെങ്കിലും ഈ ബൗള് പോലത്തെ പാത്രത്തിലാണെങ്കിലും ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടിലും എന്താണ്, ഒരേ ക്വാണ്ടിറ്റി വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് പറയാൻ പറ്റുന്ന ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടിലാണെങ്കിലും ഒരേപോലെയല്ലേ വെള്ളം ഒഴിച്ചത്, അല്ലെങ്കിൽ പരന്ന പാത്രമാണെങ്കിലും ഇങ്ങനെ ബൗള് പോലത്തെ പാത്രമാണെന്നുണ്ടെങ്കിലും രണ്ടിലെന്താണ്, 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസമില്ല എന്ന് കുട്ടിക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തുണ്ട്, വ്യാപ്ത സ്ഥിരത ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. അടുത്തത് പിണ്ഡസ്ഥിരത. ഞാനൊരു പേപ്പർ കയ്യിൽ ഇങ്ങനെ എടുത്തു, പേപ്പർ കയ്യിലെടുത്തിട്ട് അതിനൊരു ഭാരം ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ആ പേപ്പർ ചുരുട്ടിയിട്ട് കയ്യിലെടുത്തു, ഒരേപോലത്തെ 2 പേപ്പർ, അതിലൊരെണ്ണം ചുരുട്ടി ഒരെണ്ണം നിവർത്തി പിടിച്ചു. എന്നിട്ട് പറയണ ഈ നിവർന്നിരിക്കുന്ന പേപ്പറിനാണ് ഭാരം കൂടുതൽ അല്ലെങ്കിൽ മാസം കൂടുതൽ എന്ന് പറഞ്ഞാൽ റോങ് അല്ലേ. ഒരേ പേപ്പർ ചുരുങ്ങിയാലും നിവർന്നാലും അതിന്റെ വെയിറ്റിൽ എന്തില്ല, മാറ്റം സംഭവിക്കുന്നില്ല. അങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് കൺസർവേഷൻ ഓഫ് മാസ് ഉണ്ട് അല്ലെങ്കിൽ പിണ്ഡസ്ഥിരത ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. അടുത്തത് സംഖ്യാസ്ഥിരത. ആ ടേബിളിലുള്ള 5 പൂ എടുത്ത് ഇനി കസാറിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ആ പൂവിന്റെ എണ്ണത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, ആ ഒരു കൊച്ചിന് സംഖ്യാസ്ഥിരത ഉണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ കൺസർവേഷൻ 3 തരമാണ്. ഒന്ന് വ്യാപ്ത സ്ഥിരത, പിണ്ഡസ്ഥിരത, സംഖ്യാസ്ഥിരത. എക്സാമ്പിൾ ആലോചിച്ച് വെക്കുക, എക്സാമ്പിൾ ത്രൂ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത് ഏത് സ്ഥിരതയിലാണ് വരുന്നത്, ഈ കൺസർവേഷൻ എന്ന് പറയുന്നത് പിയാഷെയുടെ ഏത് ഘട്ടത്തിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഏത് കാറ്റഗറിയാണ്, ഏജ് കാറ്റഗറി, ഏജ് ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. രണ്ടാമത്തേത് ശ്രേണീകരണം അല്ലെങ്കിൽ സിരേഷൻ എന്ന് പറയുന്നത് വസ്തുക്കളെ ക്രമമായി അടുക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്, ശ്രേണീകരണം എന്ന് പറയുന്നത്. ഗണിതാശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സവിശേഷതയാണ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതുക, ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ശ്രേണീകരണത്തിൽ ഇൻക്ലൂഡഡ് ആണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് തരംതിരിക്കാനുള്ള കഴിവ്, ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾ, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, അങ്ങനെ ഏതെങ്കിലും ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു തരംതിരിക്കലാണ് എന്ത് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ലാസ്റ്റ് ആ ഒരു മൂത്ത മനോവ്യാപാര ഘട്ടത്തിലെ അവസാന പ്രത്യേകതയാണ് റിവേഴ്സിബിലിറ്റി അല്ലെങ്കിൽ പ്രത്യാവർത്തന ചിന്ത എന്ന് പറയുന്നത്. തിരിച്ചു ചിന്തിക്കാനുള്ള കഴിവ്. 5+3 എന്ന് പറയുന്നത് എന്താണ്, 8 ആണ്. 5നോട് കൂടി 3 കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടും. അത് തിരിച്ചു ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, 8ൽ നിന്ന് 5 കുറച്ചാൽ 3 കിട്ടും, അല്ലെങ്കിൽ 8ൽ നിന്ന് 3 കുറച്ചാൽ 5 കിട്ടുമെന്ന് തിരിച്ചു ചിന്തിക്കാനുള്ള ആ ഒരു കഴിവ് കുട്ടിക്ക് ഉണ്ടെങ്കിൽ എന്ത് പറയാം, ആ കുട്ടിക്ക് റിവേഴ്സിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ പ്രത്യാവർത്തന ചിന്ത ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റും. അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ്. ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, 11 വയസ്സിന് മുകളിലുള്ള കാലഘട്ടം. അമൂർത്തമായി ചിന്തിക്കാനും പ്രശ്നങ്ങൾ അതിസൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ വസ്തുക്കൾ സംബന്ധിച്ചുള്ള അനുമാനത്തിൽ എത്തുന്നതിനും അത്തരത്തിലുള്ള ആ ഒരു ഇതൊക്കെ, അതായത് ഒന്നും കൂടി നല്ല രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഡിറ്റക്റ്റീവ് റീസണിങ് ഒക്കെ ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും ഇതിന്റെ പാർട്ടുകളിൽ നെക്സ്റ്റ് പാർട്ടിൽ കുറച്ചുകൂടി എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വിശകലനം ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് കാറ്ററ്റ് എക്സാമിന് കാറ്റഗറി 1, 2 അതുപോലെ തന്നെ 4 ഇത് കാറ്ററ്റ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മേഖലകളും ആ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങളും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ കാണും വേണം, പഠിക്കും വേണം. കാരണം കേട്ടിട്ടില്ലാതെ ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനാകുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ കേട്ടറ്റ് എന്ന് പറയുന്നത് കമ്പൽസറി ആണ്, അത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കാണുന്ന കൂട്ടത്തിൽ നമ്മൾ ലെക്ചർ നോട്ടും കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന ഭാഷയിൽ നമ്മൾ തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതിയതാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്കയായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഭാഗം കൂടി എന്തുണ്ടാവും. അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്
എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.